മറ്റുള്ളവരിൽ നിന്ന് എനിക്ക് എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ, മഴ പെയ്യുമ്പോൾ പക്ഷികളെല്ലാം കൂടുകളിലേക്ക് അണയുവാനായി ഓടുകയാണ് ചെയ്യുന്നത്. എന്നാൽ പരുന്താകട്ടെ മഴയെ കീഴടക്കാൻ മേഘങ്ങളിൽ കൂടി പറക്കുകയാണ് ചെയ്യുന്നത്. ഈ ലോകവും അനുദിനം പുരോഗതിയുടെയും പുരോഗമനത്തിന്റെയും ഒക്കെ വഴിയിൽ കൂടി സഞ്ചരിക്കുമ്പോഴും പല പക്ഷികളും ലോകത്തിന്റെ വിവിധങ്ങളായ മോഹങ്ങളെ കാണുമ്പോൾ തങ്ങളെ തന്നെ മറക്കുമ്പോഴും ഒരു പരുന്തിനെ പോലെ ലോകമോഹങ്ങൾക്ക് കുറുകെ സഞ്ചരിക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് കൂട്ടുടമ്പടിക്കാരി അല്ലെങ്കിൽ ഉടമ്പടിയുടെ പുത്രി എന്ന പദവിക്ക് നാം ഓരോരുത്തരും നമ്മൾ അലങ്കാരമായി അതിനെ മാറ്റുന്നത്. അല്ലെങ്കിൽ വ്യത്യസ്തമായ മേഖലകളിൽ പലപ്പോഴും ഞാൻ ആരാണ് അല്ലെങ്കിൽ ഞാൻ എന്താണ് എന്ന് മറന്നു പോകുന്ന അനുഭവം നമുക്കുണ്ടാവും. കുഞ്ഞുണ്ണി മാഷിന്റെ വരികൾ ഇപ്പോൾ ഓർത്തു പോകുകയാണ്. കുഞ്ഞുണ്ണി മാഷ് ഒരിക്കൽ പറയുകയുണ്ടായി, മാങ്ങ പറിക്കുവാൻ ഇന്ന് തോട്ടിയുണ്ട്, മാങ്ങ പൂളുവാൻ കത്തിയുണ്ട്, മാവിൽ മാത്രം കൊള്ളാവുന്ന മാങ്ങയില്ല. മാങ്ങ പറിക്കുവാൻ തക്കവണ്ണം വലിയ നീളമുള്ള തോട്ടികൾ, ഏത് വിധേനയും അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി ഏത് വില കൊടുത്തും ഒരു അച്ഛനെ സ്വന്തമാക്കാൻ നമുക്ക് താല്പര്യമാണ്. ഏത് ബുദ്ധിമുട്ട് സഹിച്ചും വിശേഷ ദിവസങ്ങളിൽ ഒരു അവധിയായി അച്ഛന്റെ പള്ളികളിൽ ഒരു ഗസ്റ്റായിട്ട് പോകാൻ നമുക്ക് ഇഷ്ടമാണ്. പക്ഷേ കൊള്ളാവുന്ന മാങ്ങയായി തീരുവാൻ, കൊള്ളാവുന്ന സഭയ്ക്കും സമൂഹത്തിനും നാം ആയിരിക്കുന്ന അവസ്ഥയ്ക്ക് കൊള്ളാവുന്ന ഒരു അച്ഛനും അച്ഛനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഉടമ്പടിയുടെ പുത്രിയുമാകുവാൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് നാം ഓരോരുത്തരും ഉടമ്പടിയുടെ പുത്രി കൂട്ടവകാശിയായി തീരുന്നത്. ഇതാണ് മറ്റുള്ളവരിൽ നിന്ന് നമുക്കുള്ള വ്യത്യാസം. 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ പൗലോസ്ലീഹ അപ്പോസ്തലിക ദൗത്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഞങ്ങളോ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരും ദൈവ മർമ്മങ്ങളുടെ ഗൃഹവിചാരകരുമാണ്. ഞങ്ങൾ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരും ദൈവ മർമ്മങ്ങളുടെ ഗൃഹവിചാരക്കാരുമാണ്. പൗലോസ്ലീഹയെ കുറിച്ച് മാത്രമല്ല അത് പറയുന്നത്, അപ്പോസ്തലിക ദൗത്യം ഏറ്റെടുത്തിരിക്കുന്ന മുഴുവൻ സഭയോടും പറയുകയാണ്, നിങ്ങൾ ക്രിസ്തു യേശുവിന്റെ ശുശ്രൂഷക്കാരും ദൈവ മർമ്മങ്ങളുടെ ഗൃഹവിചാരക്കാരുമാണ്. ക്രിസ്തു യേശുവിന്റെ ശുശ്രൂഷയെക്കുറിച്ച് മാളികയിൽ ശിഷ്യന്മാരുടെ കാലുകൾ കഴുകിയപ്പോൾ ക്രിസ്തുവിന്റെ ശുശ്രൂഷ എന്തായിരുന്നു ക്രിസ്തുവിന്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ, ക്രിസ്തു തന്റെ ശിഷ്യന്മാരുടെ മുൻപിൽ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഞാനോ നിങ്ങളുടെ ഇടയിൽ ഒരു ശുശ്രൂഷക്കാരനെ പോലെ ആകുന്നു. എന്നാൽ നാം ഓരോരിക്കും ആയിരിക്കുന്ന സ്ഥലത്ത് നമുക്ക് സ്ഥാനങ്ങളും മാനങ്ങളെക്കാൾ ഉപരി ക്രിസ്തുവിനെ പോലെ, ക്രിസ്തുവിന്റെ ശുശ്രൂഷ മനോഭാവത്തെ പോലെ ഒരു ശുശ്രൂഷ മനോഭാവം നമ്മളിൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ജനം ആഗ്രഹിക്കുന്നത് പോലെ ഒരു വൈദിക കുടുംബം ഉയർത്തപ്പെടുന്നത്. വീണ്ടും പറയുന്നു, നിങ്ങൾ ദൈവ മർമ്മങ്ങളുടെ ഗൃഹവിചാരകന്മാരാണ്. മറ്റുള്ള കുടുംബനാഥന്മാരെയും കുടുംബനാഥകളെയും നോക്കിയാൽ അവരവരുടെ കുടുംബങ്ങളുടെ ഗൃഹനാഥനും ഗൃഹനാഥയും അവർ തമ്മിലുള്ള ഉടമ്പടിയും നമ്മളുള്ള ഉടമ്പടിയും തമ്മിൽ വ്യത്യാസമാണ്. നമ്മളുടെ ഉടമ്പടി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 52-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിന്റെ അവസാന വരിയിൽ പറയുന്നു, യഹോവയുടെ ഉപകരണങ്ങളെ ചുമക്കുന്നവരെ നിങ്ങളെ തന്നെ നിർമ്മലീകരിപ്പിൻ. യഹോവയുടെ ഉപകരണങ്ങൾ ചുമക്കുന്നവരെ നിങ്ങളെ തന്നെ നിർമ്മലീകരിപ്പിൻ. കൂടെ വസിക്കുന്ന ദൈവത്തോട് ചേർന്ന് വസിക്കുന്നവരായ ഓരോ പുരോഹിതനോടും കൂടെ വസിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ച ഭൂമിയിലെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വിഭാഗമാണ് നാം ഓരോരുത്തരും. മറ്റു കുടുംബങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നാം ദൈവത്തെ തൊട്ടറിയുന്ന അല്ലെങ്കിൽ ദൈവത്തെ കൈകളിൽ വഹിക്കുന്ന, ദൈവത്തെ കയ്യിലെടുക്കുവാൻ നാം പ്രൊമിയോൻ സദ്രയിൽ വായിച്ചു കേൾക്കാറുണ്ട്. സ്തുതിക്കുന്ന മാലാഖമാർക്ക് പോലും അദൃശ്യനാണ് ദൈവം. സ്തുതിക്കുന്ന മാലാഖമാർക്ക് പോലും അദൃശ്യനായ ദൈവത്തെ കൈകളിൽ എടുക്കുന്ന പുരോഹിതനോടൊപ്പം. അപ്പൊ നമ്മൾ മനസ്സിലൂടെ ചിന്തിക്കും, ബാക്കിയൊക്കെ ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് എന്തറിഞ്ഞാലും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണവർ. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനെ മനുഷ്യനായി ചൂണ്ടുവാനോ വിധിക്കുവാനോ അവകാശമില്ലാത്തതിനാൽ ദൈവ മർമ്മങ്ങളുടെ ഗ്രഹവിചാരക്കാരാണ്. രാവിലെ നമ്മൾ ആശംസ പ്രസംഗത്തിലൊക്കെ കേൾക്കുകയുണ്ടായി, നമ്മുടെ ഉത്തരവാദിത്വങ്ങളും ജോലികളും എന്താണ്. എപ്പോഴും ഗുരുകുല സമ്പ്രദായം ഉണ്ടായപ്പോഴും ഭാരതത്തിന്റെ പൈതൃകം അനുസരിച്ചും നാം ബലി അർപ്പിക്കുന്നവനെ എല്ലാ കാര്യങ്ങളിലും അസിസ്റ്റ് ചെയ്യുന്ന ആളായിരുന്നു ഗുരുവിന്റെ പത്നി. അങ്ങനെയെങ്കിൽ യഹോവയുടെ ഉപകരണങ്ങൾ ചുമക്കുന്നവനായ എന്റെ ഭർത്താവ്, എന്റെ പുരോഹിതനെ ഏതെല്ലാം ആത്മീയമായ രീതികളിൽ എങ്ങനെയെല്ലാം കാര്യങ്ങളിൽ സപ്പോർട്ട് ചെയ്യുവാൻ, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാൻ, രൂപപ്പെടുത്തിയെടുക്കുവാൻ, പാകപ്പെടുത്തിയെടുക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. ഒരു പുരോഹിതനാകുക എന്ന് പറയുന്നത് നാം ആയിരിക്കുന്ന കൊച്ചമ്മമാരുടെ ഒന്നും ഭാഗ്യം കൊണ്ടോ
നമ്മുടെ പ്രയത്നം കൊണ്ടോ നമ്മുടെ അധ്വാനം കൊണ്ടൊന്നുമല്ല. രാത്രിയുടെ യാമങ്ങളിൽ ഉണർന്നെഴുന്നേറ്റ് അവരുടെ മാതാപിതാക്കളുടെ പ്രാർത്ഥന കൊണ്ടാണ് നമ്മളോടൊപ്പം ആയിരിക്കുന്ന അച്ഛന്മാര്, അച്ഛൻ അല്ലെങ്കിൽ ഒരു പുരോഹിതൻ, ഭൂമിക്കും സ്വർഗത്തിനും ഇടയ്ക്ക് മനുഷ്യന് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട പുരോഹിതനായി മാറിയത് അവരുടെ മാതാപിതാക്കളുടെ നന്മ കൊണ്ടും അവരുടെ പ്രാർത്ഥന കൊണ്ടും. എന്നാൽ എന്നോട് കൂടി ചേർന്നതിന് ശേഷം ദൈവിക ഭാവം ക്രിസ്തുവായി തീരുവാൻ എന്റെ ഭർത്താവായിരിക്കുന്ന പുരോഹിതന് സാധിച്ചിട്ടുണ്ടോ? പത്രോസ് നടന്നു പോകുമ്പോൾ പത്രോസിന്റെ നിഴലേൽക്കുന്ന രോഗികൾ സൗഖ്യപ്പെട്ടു. പത്രോസിന്റെ റുമാലിന്റെ ഉത്തരീയത്തിന്റെയും നിഴലേൽക്കുന്ന രോഗികൾ സൗഖ്യപ്പെട്ടു. കാരണം എന്തായിരുന്നു? ആ നിഴൽ ക്രിസ്തുവായിരുന്നു. ആ നിഴൽ ക്രിസ്തുവിൻ്റെതായിരുന്നു. ക്രിസ്തുവിന്റെ നിഴലായി, ക്രിസ്തുവിന്റെ നിഴൽ പോലെ ആയിത്തീരുവാൻ എന്നോടൊപ്പം ചേർക്കപ്പെട്ട ഒരു പുരോഹിതന് സാധിക്കുമ്പോഴാണ് എന്റെ ഭർത്താവ് എന്ന് പറയുന്ന പുരോഹിതൻ ദൈവസന്നിധിയിൽ നീതിയോടെ ഉപകരണങ്ങളെ ചുമക്കുന്നയാളായി മാറുന്നത്. യഹോവയുടെ ഉപകരണങ്ങളെ ചുമക്കുന്നവരെ നിങ്ങളെ തന്നെ നിർമ്മലീകരിപ്പിൻ എന്ന് പറയുമ്പോൾ ഞാനും നിങ്ങളുമായിരിക്കുന്ന സമൂഹത്തിൽ അവരുടെ അഭിമാനത്തെ കാത്തു സൂക്ഷിക്കുവാൻ, അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തത്തിലെ അവരെ കൂടുതൽ ദൈവത്തിങ്കിലേക്ക് അടുത്ത് പ്രോത്സാഹിപ്പിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുമ്പോൾ മാത്രമാണ് കാര്യവിചാരകത്വത്തിന്റെ കണക്ക് കൊടുക്കുന്ന നാളിൽ നാം ഓരോരുത്തരും ദൈവസന്നിധിയിൽ ലജ്ജ കൂടാതെ നിൽക്കുന്നത്. ഇവിടെ വിശുദ്ധ ലൂക്കോസ് ശ്ലീഹയുടെ സുവിശേഷം 16-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ ധനവാനായ ഒരു മനുഷ്യന് ഒരു കാര്യവിചാരകൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാണ്. ധനവാനായ മനുഷ്യന്റെ കാര്യവിചാരകത്വത്തിന്റെ കണക്ക് ചോദിക്കുമ്പോൾ അയാളിൽ കുറവുണ്ട് എന്ന് അറിഞ്ഞിട്ട് ആ ധനവാൻ കാര്യസ്ഥനെ വിളിച്ചിട്ട് പറയുകയാണ്, നിങ്ങളുടെ കാര്യവിചാരകത്വത്തിലെ കുറവ് ഞാൻ അറിയുന്നു, കണക്ക് എന്റെ കയ്യിലേക്ക് കൊണ്ടുവരിക. യജമാനനാൽ പിടിക്കപ്പെടും എന്ന് മനസ്സിലാക്കിയ കാര്യവിചാരകൻ, കാരണം താൻ 100 കുടം എണ്ണ എന്നുള്ളിടത്തേക്ക് 50-ഉം 100 പറ ഗോതമ്പ് എന്നുള്ളിടത്തേക്ക് 80-ഉം എഴുതി വെച്ച് ലോകപ്രകാരമുള്ള യജമാനനെ കബളിപ്പിച്ച് രക്ഷപ്പെടുന്ന ഒരു ദാസനെയാണ് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മെ ഓരോരുത്തരെയും ഈ ഭൂമിയിൽ ഒരു കാര്യവിചാരകത്വം ഏൽപ്പിച്ചിട്ടുണ്ട്. പലപ്പോഴും ലോകമനുഷ്യന്റെ മുൻപിൽ, പലപ്പോഴും ദേവാലയത്തിൽ, പലപ്പോഴും ഇടവകക്കാരുടെ മുൻപിൽ, നേതൃത്വങ്ങളുടെ മുൻപിലൊക്കെ കണക്കുകളെ തിരിച്ചും മറിച്ചും എഴുതി ഒന്ന് ചിരിച്ച് കാര്യങ്ങളെയൊക്കെ നമുക്കൊന്ന് ത്വരിതപ്പെടുത്തുവാൻ സാധിക്കുമായിരിക്കാം. എന്നാൽ കണക്ക് ചോദിക്കുന്ന ഒരു കാര്യവിചാരകൻ കണക്ക് ചോദിക്കുന്ന നാളിൽ ഉപയോഗിക്കപ്പെട്ടത് ദൂർത്തടിക്കുന്നവർ എല്ലാം അഴിമതിക്കാരാണ്. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആത്മീയ മേഖലകളെ ഉപയോഗിക്കാതെ വരുമ്പോൾ അഴിമതിയും ദൂർത്തുമായി ആ കാര്യവിചാരകന്റെ മുൻപിൽ നാം നിൽക്കാതെ ഇരിക്കണം. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന മിഷൻ, ആ വാക്ക് തന്നെ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹയുടെ സുവിശേഷം 20-ാം അധ്യായത്തിന്റെ 21-ാം വേദഭാഗം പറയുന്നു, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ഞാൻ നിങ്ങളെ അയക്കുന്നു എന്നതിന്റെ ലാറ്റിൻ പേര് മിസിയോ എന്നാണ്. മിസിയോ എന്ന ലാറ്റിൻ പദത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് അത് തർജ്ജമ ചെയ്യുമ്പോൾ മിഷൻ എന്നാവും. ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് ആകുമ്പോൾ ദൗത്യമെന്നും നിയോഗമെന്നും പ്രേക്ഷിത വേലയെന്നുമാണ് മിഷൻ എന്ന വാക്കിന്റെ അർത്ഥം. സാക്ഷികളുടെ ഒരു സമൂഹം എന്നാണ് ആദിമസഭയെക്കുറിച്ച് അപ്പോസ്തല പ്രവർത്തികളിൽ പറഞ്ഞിരിക്കുന്നത്. ഈ അപ്പോസ്തലന്മാരുടെ സമൂഹത്തെ സാക്ഷികളുടെ ഒരു സമൂഹം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പിതാവാം ദൈവം ലോക സൃഷ്ടിക്ക് മുൻപ് തന്നെ തന്നോടൊപ്പമായിരുന്ന പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ച് ഭൂമിയെ നേടുക എന്നതായിരുന്നു പിതാവിന്റെ മിഷൻ. എന്നാൽ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന പുത്രൻ തമ്പുരാൻ സ്വർഗത്തിന്റെ മഹിമയെല്ലാം വിട്ട് ദൈവരാജ്യത്തിന്റെ ഉന്നമനത്തിനായി തങ്ങളെ തന്നെ പാകപ്പെടുത്തുവാൻ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് വീണ്ടും പിതാവിന്റെ സന്നിധിയിലേക്ക് കടന്നു പോയപ്പോൾ ഈ മിഷൻ പുത്രൻ തമ്പുരാൻ അപ്പോസ്തലന്മാരെ ഏൽപ്പിക്കുകയായിരുന്നു. വീണ്ടും ഈ അപ്പോസ്തലന്മാർ സാക്ഷികളായി നിന്നുകൊണ്ട് അപ്പോസ്തല പ്രവൃത്തി 1:8-ലും 1:22-ലും സാക്ഷീകരണത്തെ കുറിച്ച് കാണുവാൻ നമുക്ക് സാധിക്കും. സാക്ഷീകരിക്കുക, സാക്ഷികളായി നിങ്ങൾ ഭൂമിയിൽ നിൽക്കുവാൻ വേണ്ടിയാണ് നമ്മെ ദൈവം ആക്കിയിരിക്കുന്നത്. അപ്പോൾ മറ്റുള്ള സ്ത്രീകളിൽ നിന്ന് നമ്മൾ എന്താണോ വ്യത്യസ്തരാകുന്നത്? ഒന്നാമത്തെ കാര്യം, നാം സാക്ഷികളുടെ ഒരു വലിയ സമൂഹമാണ്. ഈ സാക്ഷ്യത്തിന്റെ കണക്ക് ദൈവസന്നിധിയിൽ ഏൽപ്പിക്കേണ്ടവരുമാണ്. കാരണം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 12:48 പറയുന്നു, വളരെ ലഭിച്ചവനോട് വളരെയും കുറവ് ലഭിച്ചവനോട് കുറവും ചോദിക്കുന്നു. വളരെ ലഭിച്ചവനോട് വളരെയും. യഹോവയുടെ പെട്ടകത്തെ ചുമക്കുന്നവർ
യഹോവയുടെ തിരുശരീര രക്തങ്ങളെ കൈകളിൽ എടുക്കുന്നവർ, ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ തന്റെ ജനത്തിലേക്ക് എത്തിക്കുന്നവർ, അവരെ വളരെ ലഭിച്ചവരെന്നാണ് പറയുന്നത്. നമുക്കറിയാം, ഇപ്പോൾ ഈ മൈക്ക് പ്രവർത്തിക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. ഈ മൈക്കിൽ നിന്നൊരു വയറ് പോയിട്ടുണ്ട്, അത് ചെന്നൊരു ബോക്സിൽ കുത്തിയിട്ടുണ്ട്, ഈ ബോക്സ് ചെന്നൊരു സോക്കറ്റിൽ കുത്തിയിട്ടുണ്ട്. നമ്മളുടെ ഒരു നോർമൽ ബുദ്ധിക്ക് അവിടുന്ന് തിരിച്ചു ചിന്തിക്കുക, ആ സോക്കറ്റിൽ നിന്ന് പ്രവഹിക്കുന്ന ഒരു കറണ്ട്, ആ ചാലക ശക്തിയാണ് ഈ മൈക്കിനെ പ്രവർത്തിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ലൈറ്റിനെ പ്രവർത്തിപ്പിക്കുന്നത്. പിതാവാം ദൈവവും ഇവിടെ ഒരു സോക്കറ്റ് പോലെയാണ്. ഈ സോക്കറ്റിൽ നിന്ന് കുത്തി ഈ വയറിൽ കൂടി വരുന്ന, അല്ലെങ്കിൽ ഇതിനെ പ്രവർത്തിപ്പിക്കുന്ന ഒരു ചാലക ശക്തിയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. എന്നാൽ ഈ പരിശുദ്ധാത്മാവിനെ വെളിച്ചമായി, ശബ്ദമായി പുറത്തേക്ക് കൊടുക്കുന്ന വ്യക്തിയാണ് ഓരോ പുരോഹിതന്മാരും. നാം എങ്ങനെ നമ്മുടെ ജനത്തിന് മുന്നിലേക്ക് ദൈവത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു? ഈ മൈക്ക് ഇങ്ങനെ മൈക്കായിട്ടിരുന്നാലും എന്താണോ ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് അതുമാത്രമാണ് കാണുന്നത്. ഒരു ലൈറ്റ് വെള്ളയാണോ ചുമപ്പാണോ എന്ന് നിശ്ചയിക്കുന്നത് അത് പ്രവർത്തിക്കുന്ന ബൾബാണ്. അപ്പൊ നമ്മളാണ് ദൈവമാകുന്ന സോക്കറ്റിൽ നിന്ന് ഒഴുകി വരുന്ന പരിശുദ്ധാത്മാവാകുന്ന ആ ശക്തിയെ തന്റെ ജനത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ദൈവം ഏർപ്പെടുത്തിയിരിക്കുന്ന രാജകീയ പുരോഹിത വർഗത്തോട് ഏറ്റവും അധികം ചേർന്ന് വസിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ച് ഈ ഭൂമിയിൽ ജീവിക്കുന്നവരാണ് നാം ഓരോരുത്തരും. വലിയ പ്രതീക്ഷകളോടുകൂടിയാണ് ഒരിക്കൽ ഒരു ഷമ്മാശന്റെ ഭാര്യയായി നാം ഓരോരുത്തരും ദേവാലയത്തിലേക്ക് കടന്ന് വിവാഹ ശുശ്രൂഷ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്നത്. വലിയ വലിയ സ്വപ്നങ്ങളായിരുന്നു ആ ഒരു ലോകത്തെക്കുറിച്ച് എല്ലാവർക്കും. നമ്മുടെ ഒന്നാമത്തെ കാഴ്ചപ്പാട്, അച്ഛന്മാരെന്ന് പറയുമ്പോൾ 24 മണിക്കൂർ എന്ത് ചെയ്യുന്നവരായിരിക്കും എന്നാണ്. എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ 24 മണിക്കൂറും? അപ്പൊ ആദ്യത്തെ ആ പോയിന്റിൽ നമ്മളൊരു വെട്ടിട്ടു. 24 മണിക്കൂറും ആശ്രമങ്ങളിലെ പോലെ പ്രാർത്ഥിക്കുക എന്ന് മാത്രമല്ല, പ്രാർത്ഥിക്കുന്നതോടൊപ്പം പ്രവർത്തിക്കുകയും കൂടെ ചെയ്യുവാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരാണവർ. എന്നാൽ പലപ്പോഴും ജീവിതത്തിന്റെ ഓട്ടങ്ങളിൽ നാം ആ സങ്കല്പിച്ചതുപോലെ, സ്വപ്നം കാണുന്നത് പോലെ പ്രാർത്ഥിക്കുവാൻ എന്റെ അച്ഛന് സാധിക്കുന്നില്ല എങ്കിൽ അവരോട് ചേർത്ത് വയ്ക്കുന്ന പ്രാർത്ഥനയായി എന്റെ പ്രാർത്ഥന ഇരിക്കുമ്പോൾ മാത്രമാണ് അച്ഛനെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം പൂർണ്ണമാകുന്നതെന്ന് പൂർണ്ണമായി വിശ്വസിക്കുമ്പോൾ മാത്രമാണ് ഒരു കൊച്ചമ്മ അല്ലെങ്കിൽ ഒരു ബസ്ക്യോമ എന്നതിന്റെ ദൗത്യം കൂട്ട് ഉടമ്പടിയുടെ പങ്കുകാരായി മാറുന്നത്. അല്ലെങ്കിൽ അച്ഛന്റെ ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ നല്ല ഫ്രണ്ടിൽ ഒരു കസാരയും, അവിടെ പരിപാടികളിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട നമ്മുടെ കൊച്ചമ്മ വന്നിട്ടുണ്ട്, കൊച്ചമ്മ നമ്മളോട് സംസാരിക്കും, കൊച്ചമ്മ നിങ്ങളോട് ഉണ്ടാകും എന്ന് പറയുന്ന ഒരു മഹനീയ സാന്നിധ്യമായി നാം ഒതുങ്ങി ഇല്ലാതെയായി തീരും. ഇവിടെ പൗലോസ്ലീഹ വീണ്ടും അപ്പോസ്തല പ്രവർത്തികളിൽ പറയുന്നുണ്ട് സാക്ഷീകരണത്തിന്റെ 4 സുഗന്ധങ്ങളെ കുറിച്ച്. ആദ്യം തന്നെ പറയുന്നത്, സാക്ഷ്യമുള്ള ജീവിതം നയിക്കുവാൻ ഒരുവന് ധൈര്യം ആവശ്യമാണ്. സാക്ഷ്യമുള്ള ജീവിതം നയിക്കുവാൻ റോമർക്ക് എഴുതിയ ലേഖനം 1:16 പറയുന്നു, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. ഇന്ന് ഈ ഭൂമിയിൽ എന്തിനെ കുറിച്ച് വേണമെങ്കിലും നമ്മൾ സംസാരിക്കും. പക്ഷേ നമ്മുടെ പ്രവൃത്തിയിലോ വാക്കിലോ കർമ്മത്തിലോ ക്രിസ്തുവിന് അനുയായിയായി തീരുവാൻ, ഉത്തമ ക്രിസ്ത്യാനിയായി തീരുവാൻ, ഒരു ധൈര്യത്തോടെ ധൈര്യം പകരുന്ന നല്ല കുടുംബനാഥകൾ ആയിത്തീരുവാൻ നാം ഓരോരുത്തരും ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. 2, എന്റെ മേൽ നിർബന്ധം. സാക്ഷികളുടെ അടുത്ത ഗുണം നിർബന്ധമാണ്. 1 കൊരിന്ത്യർ 9:16 പറയുന്നു, നിർബന്ധം എന്റെ മേൽ കിടക്കുന്നു, ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. സുവിശേഷം അറിയിക്കുക എന്ന് പറയുമ്പോൾ എല്ലാവരും മൈക്കെടുത്ത് വെച്ച് സുവിശേഷം അറിയിക്കുക എന്നതല്ല സുവിശേഷം. നമ്മുടെ സംസാരങ്ങളിൽ, നമ്മുടെ അതിഥി സൽക്കാരങ്ങളിൽ, നമ്മുടെ ഇടപെടലുകളിൽ, നമ്മുടെ വാക്കുകളിൽ, നമ്മുടെ നോട്ടങ്ങളിൽ അനേകർക്ക് ആശ്വാസമായി തീരുവാൻ, ഒരു താങ്ങായി തീരുവാൻ ഒരു നിർബന്ധം, ഒരു ഭാരം, നിർബന്ധം എന്റെ മേൽ കിടക്കുമ്പോൾ മാത്രമാണ്. ഒരു ആന്തരിക നിർബന്ധം എന്നെ ഭരിക്കുന്നില്ല എങ്കിൽ ഞാൻ ഒരു സാധാരണ വ്യക്തിയിൽ നിന്നും ഒട്ടും ഉയരത്തിലല്ല എന്ന് നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. 3-മതായി ആത്മഭാരം. 2 കൊരിന്ത്യർ 11:28 പറയുന്നു, സർവ്വ സഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം. ഒരച്ഛനെ സംബന്ധിച്ചിടത്തോളം ഇടവകയുടെ ഭരണവും ആ ആരാധനാ കാര്യങ്ങളും ആത്മീക സംഘടനകളും ഇവയെല്ലാം ഒരച്ഛനെ ഇങ്ങനെ മതിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ അച്ഛന്റെ ജനത്തെക്കുറിച്ച് ഒരു ആത്മഭാരം. എന്റെ അച്ഛൻ ശുശ്രൂഷിക്കുന്ന ശുശ്രൂഷാ കേന്ദ്രങ്ങളിൽ ഒന്നുപോലും, ഒരു ആട് പോലും 99നെയും വിട്ട് ഒന്നിനെ തേടിപ്പോയ ഇടയനെ പോലെ എന്നോടൊപ്പമായിരിക്കുന്ന പുരോഹിതൻ ആവുന്നില്ല എങ്കിൽ
വളരെ ലഭിച്ചവനോട് വളരെ ചോദിക്കുന്ന ഒരു ദൈവം എന്റെ ഉത്തരവാദിത്തത്തെ ഒരിക്കൽ ചോദ്യം ചെയ്യുമ്പോൾ നിന്നിൽ ആത്മഭാരമുണ്ടായിരുന്നുവോ? എന്റെ ജനത്തെ ഞാൻ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ നിന്നിൽ ഒരു ആത്മഭാരമുണ്ടായിരുന്നുവോ? അച്ഛൻ ഏത് പള്ളിയിലാണ് ഇരിക്കുന്നതെന്ന് മാത്രം എനിക്കറിയാം, അതിനപ്പുറത്ത് ഒന്നും എനിക്കറിയില്ല എന്ന് പറയുന്നത് വലിയൊരു അഭിമാനമായിട്ട് പലരിൽ നിന്ന് കേൾക്കാനിട വന്നിട്ടുണ്ട്. അല്ല, ആ ജനത്തിന്റെ ആത്മഭാരത്തോടുകൂടി ആ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവരറിയണമെന്നില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുമ്പോൾ മാത്രമാണ് തന്റെ ജനത്തിന്റെ നടുവിൽ എരിയുന്ന തീയിൽ ദൈവത്തെ കണ്ട മോശയെ പോലെ, ഇസ്രായേൽ ജനത്തെ നയിച്ച മോശയെ പോലെ എന്നോടൊപ്പം ആയിരിക്കുന്ന പുരോഹിതന് പലപ്പോഴും സമയക്കുറവുകൾ കൊണ്ട് സാധിക്കാത്ത പ്രാർത്ഥനയുടെ വിടവിനെ നികത്തുന്ന ഒരു ആത്മഭാരം ഒരു ബസ്ക്യോമയുടെ ഉള്ളിൽ ഉണ്ടാകണം. നാലാമതായി ആത്മവിശ്വാസം. ഫിലിപ്പിയർ 4:13 പറയുന്നു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. പലപ്പോഴും ദേവാലയങ്ങളിൽ കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് പോയി നിൽക്കുമ്പോൾ പോലും നാട്ടിലുള്ളവർക്കെല്ലാം മാറി മാറി എടുക്കാൻ കൂട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും കാണും. നമ്മൾ ഇടത്ത് കയ്യിൽ നിന്നും വലത്ത് കൈയിലോട്ടും വലത്ത് കയ്യിൽ നിന്ന് ഇടത്ത് കൈയിലോട്ടും മാറിയെടുക്കുകയല്ലാതെ ഒരു വിശേഷ ദിവസങ്ങളിൽ പോലും പലപ്പോഴും നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ പോലും ആരുമില്ലാത്തപ്പോഴും എന്നെ ശക്തനാക്കുന്ന ദൈവം ഞങ്ങളുടെ ശുശ്രൂഷയെ കണ്ട് ആ ശുശ്രൂഷ ഒരു ഭാരിച്ച ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ആത്മവിശ്വാസം കൊടുക്കുന്നതിന് പകരം പലപ്പോഴും മുറിപ്പെടുത്തുന്ന വാക്കുകൾ പറഞ്ഞാണ് നമ്മൾ അവരെ സ്വീകരിക്കാറ്. അപ്പോഴും ഓർക്കുക, ദൈവം തന്റെ പുത്രനെ കൈകളിലെടുക്കുവാൻ ഭാഗ്യം അവർക്ക് കൊടുത്ത് അവരെ തിരഞ്ഞെടുക്കുമ്പോൾ ഭൂമിയിൽ അവരെ നാം ഓരോരുത്തരും താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ അവർ താഴുകയല്ല ചെയ്യുന്നത്, അവരുടെ ആത്മവിശ്വാസം കുറയുകയാണ് ചെയ്യുന്നത്. അവരെ ആത്മവിശ്വാസം കൊടുത്ത് ഉയർത്തുവാൻ മാത്രമാണ് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കുന്നത്. പുരോഹിതനാക്കിയത് അവരുടെ മാതാപിതാക്കളും ദൈവത്തിന്റെ കൃപയുമാണ്. എന്നാൽ ആത്മവിശ്വാസം കൊടുത്ത് ഒരു വിശ്വാസ പോരിൽ അവരെ നിലനിർത്തുക. 1 തിമോത്തിയോസ് 2:5 പറയുന്നുണ്ട്, ഒരുവൻ മല്ലുകെട്ടിയാലും ചട്ടപ്രകാരം നടക്കുന്നില്ല എങ്കിൽ കിരീടം പ്രാപിക്കുന്നില്ല. ഞാൻ അച്ഛനായാലും ഞാൻ കൊച്ചമ്മയായാലും ഞാൻ ആരാണെന്ന് പറഞ്ഞ് മല്ലുകെട്ടിയാലും വേഷം കെട്ടിയാലും ഞാൻ ചട്ടപ്രകാരമല്ല നടക്കുന്നതെങ്കിൽ ഞാൻ കിരീടം പ്രാപിക്കുന്നില്ല. ഈ സ്ഥാനത്തിന് യോഗ്യമായ ഒരു കിരീടം ഞാൻ പ്രാപിക്കണമെങ്കിൽ ഞാൻ ചട്ടപ്രകാരം നടക്കുന്ന ഒരു വ്യക്തിയായി തീരണം. മലങ്കര സഭയുടെ ഭാഗമായി തീർന്ന എന്നോടൊപ്പമായിരിക്കുന്ന പുരോഹിതന് അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളിലും ആത്മീയമായ ഒരു പ്രോത്സാഹനം കൊടുക്കുവാൻ, ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുവാൻ നമുക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഒരു കാര്യവിചാരകത്വത്തിന്റെ കണക്ക്, ഒരു ചോദ്യം ചെയ്യുന്ന നാഴിക നമ്മളുടെ ഇടയിൽ ഉണ്ടാകും. കാരണം ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായത്തില് ആരംഭിക്കുന്നത് തന്നെ ബേൽഷസർ രാജാവ് കണക്ക് ദൈവസന്നിധിയിൽ കുറ്റം വിധിക്കപ്പെടുന്ന ഒരവസ്ഥയാണ്. രാജാവ് വലിയ വിരുന്നു കഴിക്കുമ്പോൾ തന്റെ ജനത്തിന്റെ മുൻപിലിരുന്ന് മദ്യപിച്ച് ഉന്മത്തനായ രാജാവിന്റെ മുൻപിൽ തൂക്കുകട്ടയുമായി നിൽക്കുന്ന ഒരു ദൈവം എങ്ങനെ? മെനെ മെനെ തെക്കൽ ഊഫർസീൻ 5-ാം അധ്യായം 24-ാം വാക്യം, ഞാൻ നിന്നെ തൂക്കി നോക്കി, നിന്നെ കുറവുള്ളവനായി കണ്ടു, ഞാൻ നിന്റെ രാജ്യം പാഴ്സികൾക്കും മേദ്യർക്കുമായി ഇതാ ഭാഗിച്ചു കൊടുക്കുന്നു. ഒരിക്കൽ ഇതുപോലെ മെനെ മെനെ തെക്കൽ ഊഫർസീൻ, ഞാൻ നിന്നെ ജാതികളിൽ നിന്ന് തിരഞ്ഞെടുത്തു, മറ്റനേകർക്ക് കഴിവുകൾ ഉണ്ടായിട്ടും നമ്മളെക്കാൾ ഭക്തന്മാരും ഭക്തകളും ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ടും നമ്മളെക്കാൾ സൽസ്വഭാവികളും എന്തുകൊണ്ടും യോഗ്യതയുള്ളവർ ജീവിച്ചിരുന്നിട്ടും എന്നെ ഒരു പുരോഹിതനോടൊപ്പം ചേർത്ത് വയ്ക്കുവാൻ തിരഞ്ഞെടുത്ത ദൈവത്തിന്റെ മുൻപിൽ ദൈവം എന്നെ തൂക്കി നോക്കുമ്പോൾ കുറവുള്ളവരായി കാണാതിരിപ്പാൻ നമ്മുടെ ശുശ്രൂഷകൾ മുഖാന്തരമായി തീരണം. തൂക്കി നോക്കുന്ന ദൈവത്തിന്റെ മുൻപിൽ തൂക്കത്തിൽ തുലോം കുറയില്ലാതെ നിൽക്കുവാൻ ആത്മീയമായ ഒരു വളർച്ച, കാര്യവിചാരകത്വത്തിൽ ജീവിതത്തിന്റെ കാര്യവിചാരകത്വത്തെ തൂക്കി നോക്കുന്ന ഒരു ദൈവമുണ്ട്. അതിനു മുൻപ് നാം ആരാണ്? വീണ്ടും നാം ആരാണ്? നമ്മുടെ ദൗത്യം എന്താണ്? ആമോസ് പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം പറയുന്നു, ഭൂമിയിലെ സകല വംശങ്ങളിൽ വെച്ച് ഞാൻ നിങ്ങളെ മാത്രം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഭൂമിയിലെ സകല വംശങ്ങളിൽ വെച്ച് ഞാൻ നിങ്ങളെ മാത്രം ഇതിനായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ഒരു ദൈവശാസ്ത്രജ്ഞന്റെ ഒരു പുസ്തകത്തിൽ ഇപ്രകാരം വായിക്കാനുണ്ടായി, ഒരു വൈദികൻ മരണപ്പെട്ട് സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ മാലാഖമാരോടൊപ്പം പരിശുദ്ധ ദൈവമാതാവ് എഴുന്നേറ്റ് നിൽക്കും. ഉത്തരമായിട്ട് താഴെ എഴുതിയിരിക്കുന്നു, എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ പുത്രനെ കൈകളിൽ എടുത്ത
പുരോഹിതന്മാർ എന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു എന്ന് പറഞ്ഞ് പരിശുദ്ധ ദൈവമാതാവ് എഴുന്നേറ്റ് നിൽക്കുമെന്ന് ഒരു വേദശാസ്ത്രജ്ഞൻ തന്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, എന്നാൽ വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിന്റെ കാര്യവിചാരകത്വമാണ് തൂക്കി നോക്കുന്നതെങ്കിലോ നാം എന്താണ്, നാം എങ്ങനെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്? തിരഞ്ഞെടുക്കപ്പെടൽ സംഖ്യാപുസ്തകം 17-ാം അധ്യായത്തിന്റെ 1 മുതൽ ഇങ്ങോട്ട് കാണാൻ സാധിക്കും. 12 ഗോത്രങ്ങളുടെ വടികളും നിരത്തി വെക്കുമ്പോൾ അഹറോന്റെ വടി മാത്രം തളിർക്കുന്നതായി കാണാം. എല്ലാ ഗോത്രത്തിന്റെയും വടികൾ വെച്ചിട്ടും അഹറോന്റെ വടി മാത്രം തളിർത്തു. എന്നാൽ മറ്റുള്ളവരിൽ നിന്നെല്ലാം ഇപ്രകാരം ഒരു തളിർപ്പിനു വേണ്ടിയാണ് എന്നെ വ്യത്യസ്തമാക്കി ഒരു പുരോഹിതന്റെ ഭവനത്തിൽ ചേർത്ത് വെച്ചിരിക്കുന്നത്. എന്നാൽ താഴേക്ക് വായിക്കുമ്പോൾ ആ വടി തളിർക്കുകയും പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. ആ തിരഞ്ഞെടുക്കപ്പെട്ട വിഭാഗക്കാരുടെ മാത്രം വടി പൂക്കുകയും തളിർക്കുകയും കായ്ക്കുകയും ചെയ്യുന്നുവെങ്കിൽ, ഞങ്ങളായിരിക്കുന്ന കുടുംബ ജീവിതത്തിൽ ജനം കാണുന്നതല്ല, രഹസ്യമായ ഞങ്ങളുടെ ജീവിതങ്ങളിൽ എപ്രകാരമാണ് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നത്? ജനത്തിന്റെ മുൻപിൽ എന്തു മാതൃകയാണ് ഞങ്ങൾക്കുള്ളത്? കർത്താവിന്റെ ദാസർ 2 തിമോത്തിയോസ് 2:24 പറയുന്നു, കർത്താവിന്റെ ദാസന്റെ ക്വാളിറ്റി 1, കർത്താവിന്റെ ദാസൻ ശണ്ടയിടാതെ എല്ലാവരോടും ശാന്തനും ഉപദേശിപ്പാൻ സമർത്ഥനും ദോഷം സഹിക്കുന്നവനുമായി അത്രേ ഇരിക്കേണ്ടത്. ജീവിതത്തിൽ പല ബുദ്ധിമുട്ടുകളും നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ കാര്യങ്ങൾ പലപ്പോഴും വരികയില്ല. എങ്കിലും കർത്താവിന്റെ ദാസനാണെങ്കിൽ ജീവിതത്തിൽ ശണ്ടയിടാതെയും എല്ലാവരോടും ശാന്തരാകാനും ഉപദേശിപ്പാൻ സമർത്ഥരാകാനും ദോഷം സഹിക്കുന്നവരുമായി തീരുമ്പോൾ മാത്രമാണ് ജീവിതത്തിന്റെ കാര്യവിചാരകത്വത്തിൽ നാമും ഒരു പുരോഹിതനോടൊപ്പം പങ്കുകാരായി മാറുന്നത്. രണ്ടാമതായി ശുശ്രൂഷയുടെ കാര്യവിചാരകത്വം. ശുശ്രൂഷയുടെ കാര്യവിചാരകത്വം എന്ന് പറയുമ്പോൾ നാം ഓർക്കും, അച്ഛനെയല്ലേ ഒരിക്കൽ ഒരച്ഛൻ ദേവാലയത്തില് 2.5 വർഷം കഴിഞ്ഞു. അപ്പൊ ഇടവകക്കാര് സ്നേഹം കൊണ്ട് ചോദിച്ചു, അച്ഛ എന്താ കൊച്ചമ്മയെ കൊണ്ടുവരാത്തത് ദേവാലയത്തിലേക്ക്? എടുത്തടിച്ച് അച്ഛൻ മറുപടിയായിട്ട് പറഞ്ഞു, എനിക്ക് മാത്രമാണ് ഈ ദേവാലയത്തിലേക്ക് ശുശ്രൂഷ ചെയ്യുവാനുള്ള കൽപ്പന തന്നിരിക്കുന്നത്, അല്ലാതെ എന്റെ കുടുംബത്തിലെ എല്ലാവരെയും ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവന്നോളാമെന്നൊന്നും ഞാൻ ഏറ്റിട്ടില്ല. എത്രമാത്രം ശുശ്രൂഷ മനോഭാവമുള്ള ഒരു ഭവനമായിരിക്കും അത് എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ശുശ്രൂഷയുടെ കാര്യവിചാരകത്വം 1 പത്രോസ് 4-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ, ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗൃഹവിചാരകന്മാരായി അതിനെക്കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പിൻ. അന്യോന്യം ശുശ്രൂഷിക്കുക. കാലം ചെയ്തുവെങ്കിലും കാലത്തിലൂടെ ജീവിക്കുന്ന പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമനസ്സുകൊണ്ട് ശുശ്രൂഷ ജീവിതം 3 തരത്തിലാണെന്ന് നമ്മെ പ്രബോധിപ്പിക്കുന്നു. 1, പ്രാർത്ഥന ശുശ്രൂഷ. 2, സേവന ശുശ്രൂഷ. 3, ബോധന ശുശ്രൂഷ. ഒരു പുരോഹിതന്റെ ഭവനത്തിൽ ആയിരിക്കുന്ന നാം, ഇന്ന് നമ്മൾ മാത്രമാണ് ഇവിടെ കൂടി വന്നിരിക്കുന്നത്. നിങ്ങളുടെ മുൻപിൽ നിന്ന് സംസാരിക്കുവാൻ മാത്രം വ്യത്യാസമൊന്നും എനിക്കുമില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ന പദം നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം പ്രാർത്ഥന എന്ന ശുശ്രൂഷ, നാട്ടിലുള്ളവരെ മുഴുവൻ പ്രാർത്ഥിപ്പിക്കാൻ ഫുള്ളായിട്ട് കോൺട്രാക്ട് എടുത്തിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ പ്രാർത്ഥന എന്ന ശുശ്രൂഷ ജീവിതത്തിന്റെ തിരക്കുകളാണ്. നമ്മൾ പറയുന്നു, കല്ലും മണ്ണും മണലും വെള്ളവും എല്ലാം ഒരു ഭരണിയിൽ നിറയ്ക്കണം. എങ്ങനെ നിറയ്ക്കണമെന്ന് മാത്രം നമുക്ക് പലപ്പോഴും അറിയാത്ത അവസ്ഥയാണ്. എപ്രകാരമാണ് പ്രാർത്ഥന എന്ന ശുശ്രൂഷ? ചിട്ടയായ ഒരു പ്രാർത്ഥന നമ്മുടെ ഓരോരുത്തരുടെയും ഭവനത്തിൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മുടെ ഈ അപ്പോസ്തോലിക ദൗത്യം പൂർണ്ണമാകുന്നത്. ചിട്ടയായ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ് സക്കറിയായ്ക്കും എലിസബത്തിനും യോഹന്നാൻ എന്നൊരു പൈതലുണ്ടായതുപോലെ നമ്മുടെ മക്കൾ ഭവനത്തിൽ വളർന്നു വരുന്നത്. നീതിമാനായ സക്കറിയ പുരോഹിതനും നീതിയുള്ളവളായ എലിസബത്തിനുമാണ് യോഹന്നാൻ എന്നൊരു പുത്രനുണ്ടായത്. എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഹന്നയ്ക്കും അവളെ എല്ലാത്തിലും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്ന എൽക്കാനയ്ക്കുമാണ് ശമൂവേൽ എന്നൊരു പൈതലുണ്ടായത്. ദൈവകൽപ്പന തികച്ചും മംഗളകരമായിരുന്നില്ല എങ്കിലും നിന്റെ ഭാര്യ പ്രസവിക്കുന്നത് ദൈവത്തിന്റെ പുത്രനെയാണെന്ന് പറഞ്ഞപ്പോൾ യൗസേപ്പ് പിതാവ് സ്വീകരിച്ചപ്പോഴാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ലോകരക്ഷിതാവിനെ വളർത്തിയ പിതാവായി മാറിയത്. പരിശുദ്ധ അമ്മ പ്രാർത്ഥിക്കുവാനായിട്ടിരിക്കുമ്പോൾ കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുമെന്ന വാർത്തയെ മംഗളവാർത്ത എന്ന് പറയുമ്പോൾ ആ വാർത്ത യാതൊരു കാരണവശാലും മംഗളകരമായിരുന്നില്ല എങ്കിലും ദൈവഹിതത്തിനു വേണ്ടി
തന്നെ തന്നെ അമ്മ സമർപ്പിച്ചപ്പോഴാണ് ലോകരക്ഷിതാവിന്റെ മാതാവായി മാറിയത്. ചിലപ്പോൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ മറ്റുള്ളവർ അനുഭവിക്കുന്ന പല സൗഭാഗ്യങ്ങൾ, മറ്റുള്ളവർ ഉല്ലസിക്കുന്ന പലതും നഷ്ടപ്പെടുന്നതിന് വേണ്ടി പലരെയും കണ്ട് മുറുമുറുക്കുന്നവരാണ് നമ്മൾ. നമ്മൾക്ക് സാധിക്കാത്തതും മറ്റുള്ളവർക്ക് സാധിക്കുമ്പോൾ സഹിക്കാൻ പറ്റാത്തവരാണ് നമ്മൾ. പലപ്പോഴും അവരെ വിമർശനത്തോടെ കാണുന്നവരുമാണ് നമ്മൾ. എന്നാൽ എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം മറിയാമിന്റെ ജീവിതത്തിൽ മംഗളകരമല്ലായിരുന്നിട്ടും മംഗളമാക്കി തീർത്തത് ദൈവ ഇഷ്ടത്തിന് വിധേയപ്പെട്ടതുപോലെ നാം ആയിരിക്കുമ്പോൾ മാത്രമാണ് അനുഗ്രഹിക്കപ്പെട്ട മക്കളെയും ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക്, സ്വന്തം ജീവിതത്തിൽ സ്വന്തം കുടുംബത്തിന്റെ പ്രാർത്ഥന, അതോടൊപ്പം തന്നെ നോമ്പിന്റെ ദിവസങ്ങളിൽ നമ്മളിൽ എത്ര കുടുംബങ്ങൾക്ക് ബുധനും വെള്ളിയും അച്ഛനിങ്ങനെ മദ്ബഹായിൽ നിന്ന് ഘോരഘോരം പറയാറുണ്ട്. എന്ത്? ബുധനും വെള്ളിയും നോയമ്പ് ഉപവാസമാണ്. പക്ഷെ പലപ്പോഴും പല വീടുകളിലും അത് ഇല്ല എന്നതിന് ദൃക്സാക്ഷികൾ. നമ്മൾ ഒന്നിച്ചിരുന്ന് കഴിക്കുമ്പോഴും ഒന്നിച്ച് സമയം ചെലവഴിക്കുമ്പോഴും നമുക്കറിയാമല്ലോ അവരാരുടെ ഭാര്യയാണെന്ന്. എന്നാൽ ബുധനും വെള്ളിയും ദിവസങ്ങൾ കടന്നു വരുന്നത് പോലും അറിയാൻ വയ്യാത്ത കുടുംബങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. യഹോവയുടെ ഉപകരണങ്ങളെ ചുമക്കുന്നവരെ നിങ്ങളെ തന്നെ നിർമ്മലീകരിപ്പിൻ. തന്റെ ജനത്തെ ശാസിക്കുന്നവരെ, തന്റെ ജനത്തെ നേർവഴിക്ക് നയിക്കുവാൻ ആഹ്വാനം ചെയ്യുന്നവരെ നമ്മിലേക്ക് തന്നെ ഒരു ആത്മവിമർശനം, ഒരു ബുധനും വെള്ളിയും എന്റെ സഭ അനുഷ്ഠിക്കുന്നത് പോലെ, ദേവാലയത്തിൽ പുരോഹിതൻ പറയുന്നത് പോലെ നോമ്പും ഉപവാസവും ആയിരിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് നമ്മോടൊപ്പം ചേർക്കപ്പെട്ടിരിക്കുന്ന പുരോഹിതന്റെ പൗരോഹിത്യം മഹത്വപൂർണമായി മാറുന്നത്, തിളക്കമുള്ളതായി തീരുന്നത്. നോമ്പിലെ പ്രാർത്ഥനകളിൽ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, എല്ലാവരും ഈസ്റ്ററും ക്രിസ്മസും ആഘോഷിക്കുന്നത് പോലെ ഞങ്ങളുടെ വീട്ടിലും ഇതൊക്കെ വേണം നമ്മുടെ വീട്ടിൽ. പലപ്പോഴും നമ്മൾ അതിനെന്ത് ചെയ്യും? തലയാഴ്ച ക്യൂ നിൽക്കും. എവിടെ പോയി? അപ്പൊ കൂടെ വന്ന് നിൽക്കുന്നവർക്ക് മീൻ വാങ്ങാം, ഇറച്ചിയും വാങ്ങിക്കാം. പക്ഷെ എന്താണ് നമ്മൾ നിൽക്കുന്നത്? എല്ലാവരും പോസ്റ്റർ ഒട്ടിക്കും. കഴിച്ചില്ലെങ്കിൽ എന്തേ ഉള്ളൂ? കഴിച്ചില്ലെന്നേ ഉള്ളൂ. എല്ലാ പക്ഷികളും മഴ പെയ്യുമ്പോൾ കൂടുകളെ തേടിപ്പോകുമ്പോൾ പരുന്ത് മാത്രം മഴയെ തോൽപ്പിക്കുവാനായി മേഘങ്ങളിൽ കൂടി പറക്കുന്നത് പോലെ പലപ്പോഴും കഠിനങ്ങളായ അവസ്ഥകളെ തരണം ചെയ്യുവാൻ ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തിൽ നമുക്ക് സാധിക്കാതെ വരുമ്പോൾ പ്രാർത്ഥന, നോമ്പിന്റെ ശുശ്രൂഷകൾ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകും? ഒരച്ഛനെ കല്യാണം കഴിച്ച് ഒരു അച്ഛന്റെ ഭാര്യയാകുന്നത് വരെ ഇതിനെക്കുറിച്ചൊക്കെ ഒരു വലിയ സങ്കല്പമാണ്. ഒരിക്കല് ഒരു സ്ത്രീ സമാജത്തിന്റെ മീറ്റിംഗിൽ സ്ഥിരമായി വന്ന് കരയുന്ന ഒരു അമ്മച്ചിയോട് അച്ഛൻ ചോദിച്ചു, എന്താ അമ്മച്ചി ഇത്രയും കരയുന്നത്? കാരണം ഞങ്ങളുടെ വീട്ടിൽ സാമ്പത്തികമായിട്ട് ഒരു നിവൃത്തിയുമില്ല അച്ഛാ. അപ്പൊ അച്ഛൻ എല്ലാവരെയും കൂട്ടി വിളിച്ചു, ഒരു പിരിവെടുത്തു, പള്ളിക്കാരെല്ലാം സഹായിച്ചു, അവർക്കൊരു പശുവിനെ വാങ്ങിക്കൊടുത്തു. അച്ഛന് വളരെ സന്തോഷമായി, അമ്മച്ചി കൃതാർത്ഥയായി മടങ്ങിപ്പോയി. വെള്ളിയാഴ്ചകൾ കഴിഞ്ഞു വന്നു. അമ്മച്ചിയെ പിന്നെ പള്ളിയിലേക്ക് കാണാതെയായി. അമ്മച്ചിയെ അന്വേഷിച്ച് അച്ഛൻ വീട്ടിലേക്ക് ചെന്നപ്പോ, എന്താ അമ്മച്ചി പള്ളി വരാത്ത പറഞ്ഞു. അച്ഛൻ പണ്ടത്തെ പോലെ അങ്ങനെ ഇറങ്ങി വരാൻ പറ്റുമോ? ഒരു പശുവില്ലേ, അതിന് പോച്ച എത്തണ്ടേ, അതിന് വെള്ളം കൊടുക്കണ്ടേ? അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല? എന്തേ ഒഴിവാക്കുന്നുള്ളൂ? എന്റെ ദേവാലയത്തിലെ പ്രാർത്ഥനകൾ, എന്റെ ശുശ്രൂഷകൾ, ഇവയെ മാത്രമേ ഞാൻ എന്ത് ചെയ്യുന്നുള്ളൂ? ചെറുതാക്കുന്നുള്ളൂ. വേറെ ഒന്നും ഞാൻ ചെറുതാക്കുന്നില്ല. എന്റെ പ്രാർത്ഥനയെ ചെറുതാക്കുന്നു. അതുപോലെ ഒരിക്കൽ മണവാട്ടിയായി ഒരു ഷെമ്മാശനോടൊപ്പം ദേവാലയത്തിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ കൊച്ചമ്മ എന്നൊരു വലിയ സങ്കല്പമാണ്. ആ ബലൂണിന്റെ കാറ്റ് കൊഴിഞ്ഞു പോയതുപോലെ ഇപ്പോൾ ഒരു വ്യക്തിയെ പോലെ, ഒരു സാധാരണ ഭാര്യയെ പോലെ പലപ്പോഴും നമ്മൾ പ്രാർത്ഥനയിലും വിശ്വാസത്തിലും ചുരുങ്ങിപ്പോകുന്നുവെങ്കിൽ അവരുടെ എല്ലാം സാധാരണ ഭർത്താക്കന്മാർ ചെയ്യുന്ന ഉത്തരവാദിത്വമല്ല. സ്വർഗത്തിനും ഭൂമിക്കും മധ്യേ, ദൈവത്തിനും മനുഷ്യരുടെയും ഇടയ്ക്ക് നിൽക്കുന്ന കണ്ണിയായ ഒരു പുരോഹിതന് അപ്രകാരമുള്ള ഒരു പ്രാർത്ഥന അല്ല ആവശ്യമെന്നൊരു ബോധ്യം നമ്മളിൽ ഉണ്ടാകുമ്പോൾ മാത്രമേ നമ്മുടെ ശുശ്രൂഷയുടെ കാര്യവിചാരകത്വത്തിന്റെ കണക്ക് ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാൻ പറ്റുള്ളൂ. 2, ബോധന ശുശ്രൂഷ. പ്രാർത്ഥന ശുശ്രൂഷ, ബോധന ശുശ്രൂഷ. ബോധനം ഒരു ശുശ്രൂഷ തന്നെയാണ്. എന്നാൽ നമ്മളോട് മുഴുവൻ വേദപുസ്തകം വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്തു പറയും? ജോലിക്ക് പോണ്ടേ, എന്തെല്ലാം കാര്യങ്ങളാ വീട്ടില്. എന്നാൽ അപ്പോഴെന്താണ് ഞാനും മറ്റൊരു സ്ത്രീയും തമ്മിലുള്ള വ്യത്യാസം? നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം. ഒരു കൺവെൻഷനോ ഒരു മീറ്റിങ്ങിനോ ചെല്ലുമ്പോൾ നമ്മൾ കഴിവതും എന്തു കൊണ്ടുപോകത്തില്ല. കാരണം എന്താണ്? സെഫന്യാവ് 2:5 എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ തപ്പും? പുറകെ തപ്പും. എസ്ര എന്ന് പറയുമ്പോൾ നമ്മൾ നടുക്കി തപ്പും. യാക്കോബ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നിൽ തപ്പും. അല്ല, അതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യസ്തമാണെങ്കിൽ എല്ലാവരും ഒരുപോലെയാണെന്നല്ല, മറിച്ച്
ആത്മവിമർശനമാണ്. ഈ വേദപുസ്തകത്തെക്കുറിച്ച് എൻ്റെ ഭർത്താവായിരിക്കുന്ന ദൈവത്തിന്റെ പ്രതിപുരുഷന്റെ അപ്പോസ്തലിക ദൗത്യത്തിൽ ഞാന് ഒരു സങ്കീർത്തനമല്ലാതെ മറ്റൊന്നും വായിച്ചും പാടിയും തീർക്കുന്നില്ല എങ്കിൽ എങ്ങനെ ഞാൻ മറ്റുള്ളവരെ പോലെ കഴുകനെ പോലെ പറന്നുയരും? എങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് ഞാൻ വ്യത്യസ്തനാകും? എൻ്റെ ബോധന ശുശ്രൂഷ അവിടെ 12 വയസ്സ് മാത്രം പ്രായമുള്ള യേശു എന്ന ബാലൻ ന്യായശാസ്ത്രിമാരുടെ സഭയിലിരുന്ന് ന്യായപ്രമാണത്തെക്കുറിച്ച് തർക്കിക്കുന്നതായിട്ട് വേദപുസ്തകത്തിൽ നമുക്ക് കാണാം. ഈ 12 വയസ്സുകാരനായ ബാലന് എവിടെ നിന്നായിരുന്നു ന്യായപ്രമാണത്തെക്കുറിച്ചുള്ള ഗ്രാഹ്യം? പരിശുദ്ധ ദൈവമാതാവിന്റെ അല്ലെങ്കിൽ ദൈവത്തെ പ്രസവിച്ച മറിയാമിന്റെ മടിയിൽ നിന്നായിരുന്നു ഇത്. എന്നാൽ എന്റെയും നിങ്ങളുടെയും മക്കളോട് ചോദിച്ചാൽ മറ്റു പല കാര്യങ്ങളും ഒരുപക്ഷെ അറിയാമായിരിക്കും. വേണ്ടതുപോലെ ദൈവത്തെ അവരവരുടെ മക്കളിലേക്ക് പോലും കൊടുക്കുവാൻ പലപ്പോഴും ബോധന ശുശ്രൂഷയിൽ നമ്മൾ പരാജയപ്പെട്ടു പോകുകയാണ് ചെയ്യുന്നത്. തന്റെ ജനത്തിന് വേണ്ടി ഒരു ബോധനം നടത്തുവാൻ, ഒരു വാക്ക് ഒന്ന് പറയുവാൻ, അല്ലെ അവരെ ഓർത്തൊന്ന് പ്രാർത്ഥിക്കുവാൻ നമ്മുടെ കാര്യം തീർന്നിട്ട് വേണമല്ലോ മറ്റുള്ളവരെ കുറിച്ചുള്ള ആത്മഭാരം. ഒരു കവി ഇങ്ങനെ പാടി, ആരെയാണ് നിനക്കേറെ ഇഷ്ടം? എന്നെയാണ് എനിക്കേറെ ഇഷ്ടം. പിന്നെ ആരെയാണ് നിനക്കേറെ ഇഷ്ടം? എന്നോടുള്ള എൻ്റെ ഇഷ്ടം തീരുന്നില്ലല്ലോ. ഒരു ജനത്തിന്റെ മുഴുവൻ നടുവിൽ നിന്ന് ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് അച്ഛൻ. അല്ലാതെ എൻ്റെ ഭർത്താവ് മാത്രമല്ല അച്ഛൻ. ഒരു ജനത്തിനു വേണ്ടി, ഒരു ബോധനങ്ങളെ നടത്തുന്ന അച്ഛനു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവാൻ, ഒന്ന് ശുശ്രൂഷയിലായിരിക്കാൻ പലപ്പോഴും നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. മൂന്നാമതായി സേവന ശുശ്രൂഷ. സേവന ശുശ്രൂഷ ആദിമകാലം മുതൽക്ക് തന്നെ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ പിടിയരികളൊക്കെ മാറ്റിവെച്ച് ഇല്ലാത്തവർക്ക് തേടിപ്പിടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഒരച്ഛന്റെ ഭവനത്തിൽ പോലും പലപ്പോഴും, ശരിയാണ്, നമ്മുടെ വീട്ടിലെ അത്രയും ഗസ്റ്റ് വരുന്ന ഒരു വീടുകളുമില്ല. നമ്മൾ പലരെയും കുറിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട്. പറ്റുമെങ്കിൽ ജനലിൽ കൂടി സംസാരിച്ചിട്ട് നമ്മൾ അവരെ എന്ത് ചെയ്യും? വാതിൽ തുറന്ന് എന്ത് ചെയ്യേണ്ടി വരും? അകത്ത് കയറ്റേണ്ടി വരും. അകത്ത് കയറ്റി എന്ത് ചെയ്യേണ്ടി വരും? ഫാൻ ഇട്ട് കൊടുക്കേണ്ടി വരും. ഫാൻ ഇട്ട് കൊടുക്കേണ്ട പിന്നെ എന്ത് ചെയ്യേണ്ടി വരും? ചായ കൊടുക്കേണ്ടി വരും. അങ്ങനെ പോലെ ഒരു സേവന ചെയ്യുവാൻ നമ്മൾക്കെല്ലാം ഇങ്ങോട്ട് കിട്ടാൻ വലിയ താല്പര്യമാണ്. പക്ഷെ നമുക്ക് എന്ത് താല്പര്യമില്ല? അങ്ങോട്ട് കൊടുക്കാൻ താല്പര്യമില്ല. അങ്ങോട്ട് കൊടുക്കാൻ വളരെ താല്പര്യം. അപ്പം ഒരാളെ ഇരുത്തിക്കൊണ്ട് ഞാൻ പറയുന്നില്ല എങ്കിൽ അയാളുടെ പേര് പറയാതെ പറയട്ടെ, നമ്മൾ ഇരിക്കുന്ന ഒരാളാണ്. ഞങ്ങളുടെ ഭദ്രാസനത്തിൽ നിന്ന് പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ പറയാം, ഞങ്ങളുടെ ഭദ്രാസനത്തിൽ നിന്ന് അച്ഛന്മാരെല്ലാം അങ്ങ് ടൂർ പോയി. ഞങ്ങള് 2-3 ഹൗസ് ബോട്ടുകളിലായിട്ടാണ് പോയത്. വളരെ രസകരമായ യാത്രയായിരുന്നു. ഉച്ചയായപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് ആഹാരം കഴിക്കാൻ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് പോയി. ഞങ്ങള് വലിയ പ്രായം കുറവുള്ളവരെല്ലാം ഒന്നിച്ചിരുന്ന് വർത്താനവും ചിരിയും തമാശയും ഒക്കെ ആയിരുന്നപ്പോൾ ഒരു പ്രായമുള്ള ആളിനെ മാത്രം കാണുന്നില്ല. തിരിച്ച് ഞങ്ങൾ ആ ഹൗസ് ബോട്ടിലേക്ക് കയറി കഴിഞ്ഞപ്പം 2-3 കവറിൽ മാങ്ങയൊക്കെ കൈ നിറച്ച് പിടിച്ചിട്ട് അയാൾ എല്ലാ ബോട്ടിലേക്ക് തന്നിട്ട് പറഞ്ഞു, നിങ്ങളെല്ലാം വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു? അവിടെ എല്ലാം കിടക്കുന്ന ആർക്കും വേണ്ടെങ്കിലും നല്ല നാട്ടുമാങ്ങ പറിച്ച് പെറുക്കി എന്തിലിട്ടു? എന്നിട്ട് മറ്റുള്ളവരിലേക്ക് കൊടുക്കുവാൻ ആ കൊച്ചമ്മ, അതൊരു നല്ല മാതൃകയായിട്ടാണ് ഞാനത് ഇന്നും, അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു 5-8 വർഷമായി, പക്ഷെ ഇന്നും ഞാനത് ഓർക്കുന്നുണ്ട്. മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ പള്ളിയിൽ നിന്ന് കൊണ്ടുവരുന്ന അപ്പം പോലും മറ്റുള്ളവർക്ക് കൊടുക്കാതെ നമ്മൾ എന്ത് ചെയ്യും? പിറ്റേ ദിവസം കോഴിക്ക് കൊടുക്കും. അങ്ങനെ അത്ര പോലെ മറ്റുള്ളവരിലേക്ക് കൊടുക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് അളവില്ലാത്ത ഭണ്ഡാരത്തിൽ നിന്ന് ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുന്നത്. പ്രാർത്ഥന ശുശ്രൂഷ, പ്രാർത്ഥനയിൽ എരിവുള്ളവരായി നാം ആയില്ല എങ്കിൽ സകലത്തെയും അറിയുന്ന ദൈവം, ഉള്ളങ്ങളെ ഉള്ളതുപോലെ അറിയുന്നവനായ ദൈവം എന്നെയും നിങ്ങളെയും ശോധന ചെയ്യുമ്പോൾ, ഒരു പുരോഹിതനോടൊപ്പം ചേർക്കപ്പെട്ട നിന്റെ പ്രാർത്ഥനയിൽ മറ്റുള്ളവരെക്കാൾ ഉപരിയായി നീ പ്രാർത്ഥിക്കുന്നില്ല എങ്കിൽ എങ്ങനെ തിളങ്ങുന്ന കിരീടം നിന്റെ പുരോഹിതന്റെ ശിരസിന്മേൽ ഇരിക്കുമെന്ന് എന്നോട് ചോദിക്കുമ്പോൾ ഉത്തരം പറയുവാൻ ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ ബാധ്യസ്ഥരാണ്. അത് നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ മറന്നു പോകാതിരിക്കേണ്ടതുമാണ്. മൂന്നാമത്തെ കാര്യവിചാരകത്വം, താലന്തുകളുടെ മേലുള്ള കാര്യവിചാരകത്വം. താലന്തുകളുടെ മേലുള്ള കാര്യവിചാരകത്വം നമ്മെ ഓരോരുത്തരെയും വ്യത്യസ്തമായ താലന്തുകൾ നൽകിയാണ് ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചത്. 1 കൊരിന്ത്യർ 4-ാം അധ്യായം 2-ാം വാക്യം, ഗൃഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തർ ആയിരിക്കണം. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു 1 കൊരിന്ത്യർ 4-ന്റെ 1-ാം വാക്യം, ഞങ്ങൾ ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരും ദൈവ മർമ്മങ്ങളുടെ ഗൃഹവിചാരകക്കാരും. അതിന് ബാക്കിയായി 2-ാം വാക്യത്തിൽ പറയുന്നു, ഗൃഹവിചാരകന്മാരിൽ അന്വേഷിക്കുന്നതോ അവർ വിശ്വസ്തർ ആയിരിക്കണം. താലന്തുകളുടെ കാര്യത്തിൽ നാം വിശ്വസ്തരാണോ? താലന്തുകളുടെ ഉപമ ഒരുപക്ഷെ നമുക്കറിയാം. അവിടെ കടന്നു വന്ന് ചോദ്യം ചെയ്യുന്ന ഒരു ദൈവത്തെ നമ്മൾ കണ്ടിട്ടുണ്ട്.
താലന്തുകളുടെ ഉപമകയിൽ കടന്നു വരുന്ന ദൈവം ഒരിക്കലും ഉപയോഗിക്കാൻ നൽകുന്ന വിഭവവും താലന്തുകളും തിരിച്ചു ചോദിക്കുന്നില്ല. അത് തിരിച്ചെടുക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് വിനിയോഗത്തിന്റെ കണക്കാണ് അവിടെ ചോദിക്കുന്നത്. നീ എങ്ങനെയാണ് നിനക്ക് തന്ന താലന്തുകളെ വിനിയോഗിക്കുന്നത്? നീ എങ്ങനെയാണ് നിനക്ക് തന്നിരിക്കുന്ന താലന്തുകളെ വിനിയോഗിക്കുന്നത്? പലപ്പോഴും പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, സൺഡേ സ്കൂളിൽ പഠിക്കുന്ന സമയത്തും ബാലസമാജത്തിലും ഒക്കെ വലിയ ആക്റ്റീവായിട്ടിരുന്ന ഒരാളായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ആരുടെ ഭാര്യയായത്? അതോടുകൂടെ കഴിഞ്ഞു. പലരും സ്വന്തം സാക്ഷിക്കും അതോടുകൂടെ കഴിഞ്ഞു. എന്തുകൊണ്ട് അതോടുകൂടി അത് കഴിയുന്നു? എല്ലാവരും പ്രസംഗിക്കുകയെന്നല്ല, എല്ലാവരും പാടുകയെന്നല്ല, അവരവർക്ക് വ്യത്യസ്തമായ താലന്തുകൾ ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ മേഖലകളിൽ തികച്ചും മാതൃകയുള്ളവരായി നാം ഓരോരുത്തരും തീരുമ്പോൾ മാത്രമാണ് അനുഗ്രഹിക്കപ്പെട്ട ഒരു ശുശ്രൂഷയുടെ പങ്കുകാരായി, ഉടമ്പടിക്കാരായി നാം മാറുന്നത്. മിഷൻ എന്ന വാക്ക് നമ്മളിൽ കൂടി പൂർത്തീകരിക്കപ്പെടുന്നത്, സാക്ഷികളുടെ സമൂഹമായി മാറുന്നത്, സാക്ഷ്യമുള്ള ജീവിതമായി മാറുന്നത് അപ്പോൾ മാത്രമാണ്. നാലാമത്തെ കാര്യവിചാരകത്വം ഉത്തരവാദിത്വത്തിന്റെ കാര്യവിചാരകത്വം. ഉത്തരവാദിത്വത്തിന്റെ കാര്യവിചാരകത്തിൽ നെഹമ്യാവിന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ നമുക്കറിയാം, നെഹമ്യാവിന്റെ പുസ്തകത്തില് കോട്ട കെട്ടുന്ന നെഹമ്യാവിനെ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ 4-ാം അധ്യായത്തിന്റെ 18-ാം വേദഭാഗം പറയുന്നത്, പണിയുന്നവർ അരയ്ക്ക് വാൾ കെട്ടിക്കൊണ്ടായിരുന്നു പണിതത്. പണിയുന്നവർ അരയ്ക്ക് വാൾ കെട്ടിക്കൊണ്ടാണ്. യഹോവ മതിലുകൾ തന്റെ ദേശത്തിനു ചുറ്റും മതിൽ പണിയുന്നവർ എന്തിനായിരുന്നു അരയിൽ വാള് കെട്ടിയിരുന്നത്? ഒരുക്കമുള്ളവരായിട്ടായിരുന്നു അവരെന്ത് ചെയ്തിരുന്നത്? അവരുടെ വേലയിൽ ഏർപ്പെട്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ പുരോഹിതന്മാരെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കൂടുതൽ പുകഴ്ത്തുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ വിമർശിക്കുക ചെയ്യുന്നത്. എപ്പോൾ കൂടിയാലും നമുക്ക് കിട്ടുന്നൊരവസരമുണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വിമർശിക്കുക ചെയ്യുക. എന്നാൽ നാം ഒരിക്കലും മറക്കരുത്, അവരും മനുഷ്യനായി ജഡത്തിൽ ജനിച്ചവരാണ്, ജഡമായി ജനിച്ചവരാണ്. സാധാരണക്കാരായ ഒരു അപ്പന്റെയും അമ്മയുടെയും മകനായി ഒരു വീട്ടിൽ ജനിക്കുമ്പോൾ മാനുഷികമായ സ്വഭാവങ്ങൾ അവരിലും ഉണ്ടാകാം. എന്നാൽ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെ, തെറ്റുകളെ തെറ്റെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കുവാൻ സ്വാധീനമുള്ളത് കൂടെ ഉള്ളവർക്ക് മാത്രമാണ്. ഇടവകക്കാരത് ചൂണ്ടിക്കാണിച്ചാൽ അത് ആക്ഷേപമാണ്. സഹോദരങ്ങൾ ഒരു പ്രായം കഴിഞ്ഞ് ചൂണ്ടിക്കാണിച്ചാൽ അത് സഹോദര്യത്തിന്റെ ഭിന്നതയാണ്. മാതാപിതാക്കൾ ചൂണ്ടിക്കാണിച്ചാൽ മക്കൾ തമ്മിലുള്ള വ്യത്യാസമാണെന്ന് നമ്മൾ പറയും. എന്നാൽ ഒരു ഭാര്യയ്ക്ക് എന്താകാം? അച്ഛാ, എപ്പോഴും അഭിമന്യ തിരുമനസ്സുകൊണ്ട് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, അരക്കുകൊണ്ട് ചെല്ലുമ്പോൾ മെഴുകും കൊണ്ട് നിൽക്കണം. കാരണം എന്താണ്? ദേവാലയത്തിൽ നിന്ന് പലപ്പോഴും കടന്നു വരുന്ന ആരോടൊക്കെയോ ഉള്ള ദേഷ്യം തീർക്കുന്നത് എവിടെയാണ്? അപ്പൊ നമ്മുടെ വീട്ടിൽ വന്ന് ഒരു പേന എറിയുമ്പോൾ തിരിച്ച് ഗ്ലാസ് എടുത്ത് എറിയുന്ന വീടുകൾ നമ്മുടെ ഇടയിൽ ഇപ്പോഴും ഉണ്ട്. അച്ഛൻ വന്നൊരു പേന എടുത്ത് എറിഞ്ഞു കഴിയുമ്പോൾ നമ്മൾ പറയും, ഇത്രയും നേരം ഇവിടെ ഇല്ലായിരുന്നത് മാത്രമല്ല, ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ആണോ കടന്ന് ചാടുന്നത്? നിങ്ങൾക്ക് ചാട്ടം ഉണ്ട്, എവിടെ പോയി ചാടിക്കോ, പള്ളി ചെന്ന് ചാടിക്കോണം, ഇവിടെ വന്ന്. അപ്പൊ അച്ഛൻ കാര്യങ്ങൾ പൊതുവെ വലിയ കാര്യങ്ങളൊന്നും വീട്ടിൽ വന്ന് പറയുന്നവരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പൊതുവെ കൊച്ചന്മാരെല്ലാം പറയും, അച്ഛൻ ഒന്നും വീട്ടിൽ വന്ന് പറയത്തില്ലെന്ന് പറയും. അപ്പൊ പറയാഞ്ഞിട്ട് ഇതാ സ്ഥിതി എങ്കിൽ പറഞ്ഞാൽ നമ്മൾ എന്ത് പറയും? അച്ഛൻ അത് കേട്ടിട്ട് മിണ്ടാതെ ഇങ്ങ് പോന്നോ? രണ്ടെണ്ണം അങ്ങ് പറഞ്ഞു കൊടുക്കണം, അല്ലേ? നിങ്ങൾക്കൊന്നും അതെല്ലാവരും മറുപടി പറയുന്നുണ്ട് അതിന്. നിങ്ങൾക്കൊന്നും അറിയത്തില്ലെന്ന് വിചാരിക്കും. അവിടെ പറഞ്ഞേച്ചിങ്ങി പോരണം. അങ്ങനെയൊന്നും വിട്ടുകൊടുക്കണ്ടേ. പോലീസിലേക്കല്ല അവരെ എടുത്തിരിക്കുന്നത്, മറിച്ച് പൗരോഹിത്യത്തിലേക്കാണ്. മാനുഷികമായ ഒരു ദേഷ്യം വരുമ്പോൾ, മാനുഷികമായി പൊരുത്തക്കേടുകൾ വരുമ്പോൾ, മാനുഷികമായ സ്വഭാവത്തിൽ വ്യത്യസ്തതകൾ കാണിക്കുമ്പോൾ അവർക്ക് ദേഷ്യപ്പെടാനും പങ്കുവെക്കുവാനുമുള്ള സ്ഥലം എവിടെ മാത്രമാണ്? നമ്മുടെ ഭവനങ്ങൾ മാത്രമാണ്. അപ്പോൾ അവരുടെ ഉത്തരവാദിത്വത്തെ ഓർമ്മിപ്പിക്കുക. അച്ഛാ, സ്വർഗവും ഭൂമിയും തമ്മിലുള്ള ബന്ധം നിങ്ങളിൽ കൂടെയല്ലേ നടക്കേണ്ടത്? പോട്ടെ, നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ മുൻപിൽ മാതൃകയാകണം. നമ്മൾ ക്ഷമിക്കണം അച്ഛാ, നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്നാൽ നമ്മൾ ഇന്ന് പലപ്പോഴും ഉത്തരവാദിത്വത്തിൽ നിന്ന് ആഡംബരത്തിന്റെ ലോകത്തേക്കാണ്. ആധുനിക ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് വലിയ ബോധ്യമൊന്നുമില്ല. ഉത്തരവാദിത്വത്തെക്കുറിച്ച് ബോധ്യം ഉണ്ടായിരുന്നുവെങ്കിൽ മലങ്കര സഭയ്ക്ക് ഇത്ര അച്ഛന്മാരേ ഉള്ളോ? ബാക്കി മുഴുവൻ നമ്മുടെ സന്യാസപ്പെട്ടക്കാരാണോ? ഇവിടെ ഇരിക്കുന്ന ഇത്രയും കൊച്ചമ്മമാർ മാത്രമാണോ മലങ്കര സഭയിലെ അച്ഛന്മാർ? ബാക്കിയുള്ളവരെല്ലാം മലങ്കര സഭയുടെ സന്യാസപ്പെട്ടക്കാരൊന്നുമല്ല. എന്നാൽ പലരെയും വിളിച്ചു ചോദിക്കുമ്പോൾ ഇവിടെ വരുന്നത് കൊണ്ട് എന്താണ് ഗുണം എന്ന് കേട്ടിട്ടുള്ള സാക്ഷികൾ ഇന്നിപ്പോ എന്റെ മുൻപിൽ ഇരിപ്പുണ്ട്. എന്താണ് ഗുണം? ഒരു പണിയുമില്ല. ഇവിടെ വന്ന പലരോടും മിണ്ടാറില്ല. അതെന്തുകൊണ്ട്? എന്നോട് പറഞ്ഞവരോട് ഞാൻ പറഞ്ഞു, എന്നോട് എല്ലാവരും മിണ്ടാറുണ്ട്. കാരണം എന്താ?
നമ്മൾ ചിരിച്ചുകൊണ്ട് നിന്നാൽ നമ്മളോട് തിരിച്ചു ചിരിക്കും. ആരെയെല്ലാം കണ്ട് പരിചയമില്ലാത്തവരെ കാണുമ്പോൾ തിരിഞ്ഞു പോയാൽ ആരും മിണ്ടില്ല. ഇവിടെ വന്നാൽ എന്ത് കിട്ടും? എവിടെയും കച്ചവട കണ്ണോടുകൂടി പെരുമാറുമ്പോൾ നമ്മുടെ ഭവനത്തിൽ വരുന്ന മക്കളും അപ്രകാരം തന്നെയായിരിക്കും. ജീവിതത്തിന്റെ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും വർഷത്തിൽ 365 ദിവസങ്ങൾ നമ്മുടെ ജീവിത ജോലി കാര്യങ്ങൾ, നമ്മുടെ വീടുകളിലെ എല്ലാ കാര്യങ്ങളിലും വർഷത്തിൽ ഒരു 2 ദിവസമാണ് നമ്മൾ മീറ്റിങ്ങിനായിട്ട് ഇവിടെ ക്രമീകരിക്കുന്നത്. ഇന്ന് വരെ ജീവിതത്തിൽ ഈ മീറ്റിങ്ങിലേക്ക് കടന്നു വന്നിട്ടില്ലാത്തവരുണ്ട്. ഇന്ന് വരെ വിളിച്ചു കഴിഞ്ഞോ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ഇതിനെയൊക്കെ വളരെ നിസ്സാരമായി പുച്ഛത്തോടെ കാണുന്ന ഒരു സമൂഹത്തിന്റെ നടുവിൽ ജീവിക്കുമ്പോൾ ഞാനായിരിക്കുന്ന എന്നെ മറ്റുള്ളവർ ബഹുമാനിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ പട്ടക്കാരൻ എന്നോട് കൂടെയുള്ളൂ, അല്ലെ പട്ടക്കാരന്റെ ഭാര്യ ആയതുകൊണ്ടാണ്, ആ പുരോഹിതന്റെ ഭാര്യ ആയതുകൊണ്ടാണ്. എന്നാൽ ഞാൻ അതിന് യോഗ്യമാം വണ്ണം അതിൽ പോലും സംബന്ധിക്കുന്ന ഒരു മീറ്റിംഗിൽ പോലും സംബന്ധിക്കുവാനുള്ള, പലരും പരിചയപ്പെടുമ്പോൾ പറയും കൊച്ചമ്മയാന്നേ ഉള്ളൂ കേട്ടോ, ബാക്കിയൊന്നും എന്നോട് ചോദിക്കരുതേ. അതൊന്നും ഒരു അഭിമാനമോ ഒരു അലങ്കാരമോ ഒരു ഭൂഷണമോ ഒരു ആഭരണമോ അല്ല. എന്നെ ദൈവം തിരഞ്ഞെടുത്തത് ഭൂമിയിലെ സകല വംശങ്ങളിൽ വെച്ച് ഞാൻ നിങ്ങളെ മാത്രം തിരഞ്ഞെടുത്തിരിക്കുന്നെന്ന് ആമോസ് പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്ന പോലെ നാട്ടിൽ കണ്ണിൽ കൊള്ളാവുന്ന ഇഷ്ടം പോലെ സുന്ദരികളായ, പ്രാർത്ഥനയുള്ളവരായ, അച്ചടക്കമുള്ളവരായ, കഴിവുകളുള്ള സ്ത്രീകൾ ജീവിക്കുന്ന ഈ ഭൂമിയിലാണ് നമ്മെ വിളിച്ച് വേർതിരിച്ച് കാര്യവിചാരകത്വം ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അതിനോടുള്ളൊരു ഉത്തരവാദിത്വം ആഡംബരത്തിന്റെ ലോകത്തിലേക്ക് മുഴുകിപ്പോകുമ്പോൾ അങ്ങനെയല്ല. ക്രിസ്തുവിന്റെ മാർഗം എന്നൊന്ന് പ്രബോധിപ്പിക്കുവാൻ, ഭവനത്തിൽ വെച്ച് രഹസ്യമായി പറയുവാൻ, കർട്ടന്റെ പുറകിൽ നിൽക്കുവാനാണ് ഓരോ കൊച്ചമ്മയെയും ദൗത്യം ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. ബിഹൈൻഡ് ദ കർട്ടൻ ആയിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ കൂടുതലും. അച്ഛന്റെ ആത്മീയ കാര്യങ്ങളിൽ, ദേവാലയങ്ങളിൽ ഇടപെടേണ്ട കാര്യം നമുക്കില്ലെങ്കിലും പിന്നിൽ നിന്ന് എല്ലാം നീക്കിവെച്ച് കയ്യെത്തും ദൂരത്തേക്കെല്ലാം അടുപ്പിച്ചു കൊടുക്കുവാൻ, കയ്യെത്തും ദൂരത്തേക്കെല്ലാം ചൂണ്ടിക്കാണിക്കുവാൻ, തളർന്നു വരുമ്പോഴൊന്ന് താങ്ങുവാൻ, ക്ഷീണിച്ച് മടുത്തു പോകുമ്പോൾ ഒന്ന് ഉയർത്തുവാൻ, അരിശപ്പെട്ടു നിൽക്കുമ്പോൾ ഒന്ന് തണുപ്പിക്കുവാൻ ഒക്കെ സാധിക്കുന്നത് നമുക്ക് മാത്രമാണ്. നമ്മുടെ ഉത്തരവാദിത്വത്തിന്റെ കാര്യവിചാരകത്വത്തെ തൂക്കി നോക്കുന്ന ദൈവത്തിന്റെ മുൻപിൽ നാം കണക്ക് ബോധിപ്പിക്കേണ്ട ദിവസങ്ങളിൽ ജീവിതത്തിന്റെ കാര്യവിചാരകത്വത്തെ ക്രമപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. രണ്ടാമത്, ശുശ്രൂഷയുടെ കാര്യവിചാരകത്വം. പ്രാർത്ഥനയും ബോധനവും സേവനവുമുള്ള ശുശ്രൂഷ നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടാകണം. 3, താലന്തുകളുടെ മേലുള്ള കാര്യവിചാരകത്വം. 4, ഉത്തരവാദിത്വങ്ങളുടെ മേലുള്ള കാര്യവിചാരകത്വം. നമ്മുടെ ദൗത്യം പലപ്പോഴും നമ്മൾ പറയും, എനിക്ക് മാത്രമാണ് ഇങ്ങോട്ട് അയക്കപ്പെട്ടിരിക്കുന്നത്, എൻ്റെ ഭാര്യയ്ക്ക് ഇവിടേക്ക് ആരും കൽപ്പനയൊന്നും തന്നിട്ടില്ല എന്ന് പറയുന്നവരും, അച്ഛന്റെ പള്ളി ഏത് ദേശത്താണെന്ന് പോലും അറിയാത്തവർ പോലും നമ്മളുടെ കൂടെ ഉണ്ട്. എന്നാൽ അപ്പോസ്തലിക ദൗത്യമാണ്, സഭയുടെ ദൗത്യമാണ് നമ്മൾ സ്വീകരിക്കുന്നതെങ്കിൽ ഈ കേരളത്തിൽ മാത്രമുള്ള, അങ്ങനെ ബാഹ്യ കേരളത്തിലെ മലങ്കര ഓർത്തഡോക്സ് സഭയിലെ എല്ലാ ദേവാലയങ്ങളിലും പുരോഹിതന്മാരെ ആര് സഹായിക്കുന്നുണ്ട്? കൊച്ചമ്മമാർക്ക് തിട്ടമായിട്ടറിയാം ഓരോ കാര്യങ്ങളും. മറ്റു സഭകളിലും കൊച്ചമ്മമാർക്ക് തിട്ടമായിട്ടറിയാം കാര്യങ്ങൾ. എന്തുകൊണ്ടാണ്? 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം, ശേഷം അപ്പോസ്തലന്മാരും കർത്താവിന്റെ സഹോദരന്മാരും കേഫാവും ചെയ്യുന്നത് പോലെ ഭാര്യയായ ഒരു സഹോദരിയുമായി സഞ്ചരിപ്പാൻ ഞങ്ങൾക്ക് അധികാരമില്ലയോ? സ്ലീഹന്മാരുടെ തലവനായ പത്രോസ് തന്റെ ഭാര്യയുമായി ആയിരുന്നു തന്റെ ശുശ്രൂഷ പ്രേക്ഷിത വേല ചെയ്തതെന്ന് വേദപുസ്തകം സാക്ഷിക്കുമ്പോൾ, വേദപുസ്തകം അപ്രകാരം പഠിപ്പിക്കുമ്പോൾ, പൗലോസ് സ്ലീഹായ്ക്ക് ഭാര്യ ഇല്ലാത്തത് കൊണ്ടായിരുന്നു ആരെ കൊണ്ടുപോകുന്നത്? ഭാര്യയെ കൊണ്ടുപോകാതിരുന്നത്. പത്രോസിന്റെ ഭാര്യയെ ഇവിടെ സഹോദരി എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ പത്രോസ് സ്ലീഹായോടൊപ്പം ആരും ഉണ്ടായിരുന്നു? ശുശ്രൂഷയിൽ പത്രോസ് സ്ലീഹായുടെ ഭാര്യയും ഉണ്ടായിരുന്നു. അപ്രകാരം ക്രിസ്തുവിന്റെ ദൗത്യം ഭൂമിയിൽ നിറവേറ്റുവാൻ ഒരുക്കപ്പെട്ടിരിക്കുന്ന നാം ഓരോരുത്തരും കാര്യവിചാരകത്വത്തിന്റെ കണക്കിന്മേൽ ഉത്തരവാദിത്വമുള്ളവരായി തീരണം. എന്നാൽ പലപ്പോഴും നമ്മൾ ഇന്ന് നമുക്കെല്ലാം അറിയാവുന്ന നെയ്യപ്പത്തിന്റെ കണക്ക് പോലെയാ. നമുക്കറിയാം നെയ്യപ്പത്തിന്റെ കഥ. എന്താ നെയ്യപ്പത്തിന്റെ കഥ? ഒരിക്കല് ഒന്നുമില്ലായ്മയുടെ കാലത്ത് ഒരമ്മ മാവ് കുഴച്ച് നെയ്യില് അപ്പം ഉണ്ടാക്കി മക്കൾക്ക് കൊടുത്തപ്പോൾ മക്കൾ ചോദിച്ചു, അമ്മേ ഇത് എന്താ? മക്കൾ എന്തു പറഞ്ഞു? അമ്മ എന്തു പറഞ്ഞു മക്കളോട്? ഇത് നെയ്യപ്പമാണ് മക്കളെ എന്ന് പറഞ്ഞു. എന്നാൽ നമ്മള് ഇന്ന് അങ്ങോട്ട് പുറത്തു പോകുമ്പം ഏതെങ്കിലും ഒരു ജംഗ്ഷനിൽ നിന്ന് ഏതെങ്കിലും ഒരു കട തുടങ്ങിയ വർഷം വെച്ച ചീൻചട്ടിയില് അന്നൊഴിച്ച എണ്ണയുടെ മുകളിൽ വീണ്ടും വീണ്ടും ഒഴിക്കുന്ന എണ്ണയിൽ വറുത്തെടുക്കുന്ന അപ്പം കൊടുത്തിട്ട് നമ്മുടെ മക്കളോട് പറയും എന്തപ്പോ എന്ന് പറയും? ഇത് നെയ്യപ്പോ എന്ന് പറയും. ഇതുപോലെ നമ്മളും ഇന്ന് നമ്മുടെ കർത്തവ്യ നിർവഹണം. നമ്മളെ രാജകീയ പുരോഹിത വർഗമാണ്, പുരോഹിതന്മാരുടെ ഭാര്യമാരാണ്, കൂട്ടുടമ്പടിക്കാരിയാണ് എന്നൊക്കെ പറയും.
ഉണ്ടായിരുന്നു നെയ്യിൽ വറുത്തെടുത്ത വിശ്വാസമുള്ള നല്ല പുരോഹിതന്മാരും പുരോഹിത പത്നിമാരും. എന്നാൽ എന്റെ അവസ്ഥ ഇന്നിന്റെ നെയ്യപ്പം പോലെ പാമോയിലിൽ വറുത്തെടുത്ത ഒരു മെഴുക്ക് പരുവത്തിൽ ഇങ്ങനെ പോകുന്ന കൊച്ചമ്മ എന്ന് പറയുമ്പോൾ ഒരു മുഖ്യാസനവും കസാരയൊക്കെ കിട്ടുന്ന ഒരു പ്രവർത്തനമേ എന്റെ കയ്യിലുള്ളൂവെങ്കിൽ ഞാനും ദൈവസന്നിധിയിൽ വെറും പാമോയിലിൽ വറുത്തെടുത്ത ഒരു നെയ്യപ്പം മാത്രമാണ്. മറ്റുള്ളവരിൽ നിന്ന് എപ്പോഴും നമ്മളെ മറ്റുള്ളവർ നോക്കുകയും വിമർശിക്കുന്നതും ചെയ്യുന്ന കേട്ട് നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ടിന്നിന്റെ ഷീറ്റും പ്ലൈവുഡിന്റെ ഷീറ്റും ഒരുപോലെ എടുത്ത് ആ പുറത്തേക്ക് വെയിലിന്റെ കീഴിൽ വെച്ചാൽ ഏതാണ് ആദ്യം ചൂടുപിടിക്കുക? ടിൻ ഷീറ്റാണ് ആദ്യം ചൂടുപിടിക്കുന്നത്. വെയില് ഒരുപോലെയാണ് രണ്ട് പ്രതലത്തിന്മേലും പതിക്കുന്നത്. വെയില് ഒരുപോലെയാണ് ടിൻ ഷീറ്റിന്മേലും പ്ലൈവുഡ് ഷീറ്റിന്മേലും പതിക്കുന്നത്. എന്നാൽ രണ്ടിൽ നിന്നും പ്രവഹിക്കുന്നത് രണ്ടു തരം ചൂടാണ്. അതുപോലെ സമൂഹമായി നമ്മെ ഒരു വ്യത്യസ്തരായി കാണുമ്പോൾ അവരുടെ മുൻപാകെ ക്രിസ്തുവിനു വേണ്ടി ഞാൻ എന്തു ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഒരു മാതൃകാ കുടുംബമാകാൻ പോലും പറ്റുന്നില്ല. പല പ്രശ്നങ്ങളും നമ്മുടെ ഭവനങ്ങളിലുണ്ട്. ശുഭക്കോനോട് ശുശ്രൂഷ നടത്തിയിട്ട് വരുന്നിട്ട് ഭവനത്തിൽ ഒരു ശുഭക്കോനോട് അനുഭവമില്ലാത്ത എത്രയോ വൈദിക കുടുംബങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. നമ്മൾ കേട്ടാലും പറയും, ഓ ആരാ അവരോടൊക്കെ പറയാൻ പോകുന്നേ, എന്നിട്ട് വേണം അവരുടെ കയ്യിലിരിക്കുന്ന അടിമേടിക്കാൻ. ശുഭക്കോന ശുശ്രൂഷ 1 മണിക്കൂർ നീളത്തിൽ നടത്തിയിട്ട് ഭവനത്തിൽ സഹോദരന്മാരുമായും ഭാര്യയുമായും ഒക്കെ നമുക്കൊരു നമ്മുടെ ബന്ധങ്ങളുമായിട്ടൊരു ശുഭക്കോന നടത്തുവാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ ആ അപ്പോസ്തലിക ദൗത്യം കാര്യവിചാരകത്വത്തിൽ കുറവുള്ളവരാണ്. കുടുംബങ്ങളുടെ പവിത്രത പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, അച്ഛൻ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. തിരിച്ചു പറയും, നീ പറയുന്ന എനിക്കൊന്നും മനസ്സിലാവും. ഭാഷ കലങ്ങിയിരിക്കുന്നു. നമ്മളുടെ ഭവനങ്ങളിൽ തന്നെ ഭാഷ കലങ്ങിയിരിക്കുന്നു. ബാബേൽ ഗോപുരം ചിതറിപ്പോയതുപോലെ നമ്മുടെ ഭവനങ്ങളിൽ ഭാഷ കലങ്ങിയിരിക്കുന്നു. പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ ഇടയിലേക്ക് വന്നപ്പോൾ അവർ വ്യത്യസ്ത ഭാഷകളിൽ സംസാരിച്ചു. പക്ഷെ അവർ സംസാരിച്ച ഭാഷ പരസ്പരം മനസ്സിലായി. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ അപ്പവീഞ്ഞുകളിൽ കൈകളിലേക്ക് എടുക്കുന്ന പുരോഹിതന്മാരുടെ ഭവനങ്ങളിൽ തന്നെ ഭാഷകൾ കലങ്ങിപ്പോയാൽ കുടുംബ ജീവിതത്തിന്റെ പവിത്രതകൾ, ബന്ധങ്ങളുടെ ഊഷ്മളതകൾ എങ്ങനെ നാം തന്റെ ജനത്തിലേക്ക് നാം പകർന്നു കൊടുക്കും? 2, അഹംഭാവം, ഞാൻ എന്ന ഭാവം നമ്മുടെ കുടുംബങ്ങളുടെ ഒരു വലിയ ദാശ. നമ്മളൊരു മീറ്റിങ്ങിന് ചെന്ന നമ്മളൊക്കെ തമ്മിൽ തന്നെ മിണ്ടാൻ വലിയ ബുദ്ധിമുട്ടാ. പലർക്കും പലരോടും മിണ്ടാൻ തന്നെ ബുദ്ധിമുട്ടാ. ഞാൻ എന്നീ ഒരു ഭാവം, ഞാനോ നിങ്ങളുടെ ഇടയിൽ ഒരു ശുശ്രൂഷക്കാരനെ പോലെ ആകുന്നു എന്ന് പറയുന്ന ക്രിസ്തുവിന്റെ മാതൃകയാണ് അനുധാവനം ചെയ്യുന്നതെങ്കിൽ ഞാൻ എന്ന ഭാവമല്ല, ക്രിസ്തുവിന്റെ ഭാവമാണ് നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാകേണ്ടത്. 3, വിമർശനങ്ങൾ. ആരെയും ഏത് രാത്രിയിലും ഏത് പകലിലും എവിടെ നിന്ന് വേണമെങ്കിലും വാ തുറന്നങ്ങ് വിമർശിക്കാൻ. ഇവിടെ രാവിലെ ആശംസ പ്രസംഗം പറഞ്ഞ് ആരോ ഓർമ്മിപ്പിക്കുകയുണ്ടായി, മറ്റുള്ളവർ പറയുന്നത് പോലെ, മറ്റുള്ളവർ സംസാരിക്കുന്നത് പോലെ, മറ്റുള്ളവർ ചിന്തിക്കുന്നത് പോലെ നാം ആയാൽ നാമും മറ്റുള്ളവരെ പോലെയാകും. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി ഈ വിമർശനങ്ങളിൽ ഒക്കെ ഒന്ന് മാറി നിന്ന് അവരിൽ ക്രിസ്തുവിനെ കാണുവാൻ, അവരുടെ ബലഹീനതകളിലും ക്രിസ്തുവിനെ കാണുവാൻ നമുക്ക് സാധിക്കണം. പിന്നെ 4, ഒരിക്കല് ഒരു 10 o'clock കഴിഞ്ഞപ്പോൾ ഒരു അച്ഛൻ അനുഭവം പറയുകയായിരുന്നു. അത്യാവശ്യമായിട്ടും വേറൊരു അച്ഛനെ വിളിച്ചപ്പോൾ കൊച്ചമ്മയാണ് ഫോൺ എടുത്തത്. കൊച്ചമ്മ, അച്ഛനുണ്ടോ? ആ അച്ഛനുണ്ട് അച്ഛാ, ഒന്ന് ഫോൺ കൊടുക്കുവോ? ഇല്ല അച്ഛാ, അച്ഛൻ ഇനി 10 മണി കഴിഞ്ഞ് അച്ഛൻ ഫോൺ എടുക്കില്ല. അപ്പൊ പിറ്റേ ദിവസം അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോ അച്ഛൻ ചോദിച്ചു, എന്താ അച്ഛാ ഇന്നലെ വിളിച്ചിട്ട് ഫോൺ എടുക്കാഞ്ഞേ? അത് 10 o'clock കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ ഫാമിലി ടൈമാണ്. അപ്പൊ ഞങ്ങൾ അച്ഛനും കൊച്ചമ്മയും കുഞ്ഞുങ്ങളും എല്ലാം കൂടെ ഒന്നിച്ചിരിക്കുന്നത്. ഇവിടെ രാവിലെ ഉദ്ഘാടന പ്രസംഗത്തില് അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ സാർ ഓർമ്മിപ്പിക്കുകയുണ്ടായി, 2 കൂട്ടർക്കാണ് 24/7, മജിസ്ട്രേറ്റുമാർക്കും അച്ഛന്മാർക്കും. രാത്രിയും പകലും തന്റെ ഇടവകക്കാരുടെ മുൻപിൽ വ്യത്യസ്തരമായി എന്റേത് എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല, സമൂഹത്തിൻ്റെതാണ്. അതിലുപരിയായി ദൈവത്തിന്റെ സന്ദേശവാഹകരാണ്, കർത്താവിന്റെ കൈകളാണവർ. അവരെ അപ്രകാരമാക്കി തീർക്കുവാൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രം എൻ്റെ അച്ചാച്ചനിൽ നിന്ന് അച്ഛനായി മാറുന്നുള്ളൂ. അല്ലെങ്കിൽ എന്റേതായി നമ്മൾ വീട്ടിൽ പലപ്പോഴും ജോലികൾ ഇങ്ങനെ അസൈൻ ചെയ്ത് ഇരുത്തിയിരിക്കുന്ന ഒരു വ്യക്തിയായി രാവിലെ സ്കൂളിൽ കൊണ്ടുവിടുക, തിരിച്ച് സ്കൂളിൽ നിന്ന് വിളിച്ചുകൊണ്ടുവരിക, ഇങ്ങനെയുള്ള ഒരു ഡ്യൂട്ടി അസൈൻ ചെയ്യുന്ന ഒരു കൊച്ചമ്മമാരും അച്ഛന്മാരുമായി പലപ്പോഴും ഒതുങ്ങിപ്പോകുന്നു. സാമ്പത്തികമായ അച്ചടക്കമില്ലായ്മ, മറ്റുള്ളവരെ പോലെ തന്നെ പലപ്പോഴും നമുക്കും എന്തില്ല? സാമ്പത്തികമായ ഒരു അച്ചടക്കം, വരവിനേക്കാൾ കൂടുതൽ ചിലവ്. പണ്ട് വളരെ കുറവ് വരവുണ്ടായിരുന്ന സമയത്ത് ഇത്ര എന്തില്ലായിരുന്നു?
ഇന്ന് ഏറ്റവും നല്ല നല്ല സെന്ററുകളിൽ മാത്രം, ഏറ്റവും നല്ല നല്ല വണ്ടികൾ മാത്രം, ഏറ്റവും നല്ല നല്ല ആഹാരങ്ങൾ മാത്രം, ഏറ്റവും നല്ലത് മാത്രം സ്വീകരിക്കുന്നവരാകാതെ ഒരു സാമ്പത്തികമായ ഒരു അച്ചടക്കം നമ്മുടെ കുഞ്ഞുങ്ങളെയും പഠിപ്പിച്ച് നമ്മുടെ ജീവിതത്തെയും ചിട്ടപ്പെടുത്തുവാൻ ഒരു അമ്മയ്ക്ക്, ഒരു ഭാര്യയ്ക്കാണ് സാധിക്കുന്നത്. ഏറ്റവും പ്രത്യേകമായിട്ട് നമ്മളെ സമൂഹം ഫോക്കസ് ചെയ്യുമ്പം ആ ഒരു അച്ചടക്കം, സാമ്പത്തികമായ ഒരു അച്ചടക്കം നമ്മുടെ ഭവനങ്ങളിൽ ഉണ്ടായിരിക്കണം. അവസാനമായി പറയട്ടെ, സംശയിക്കുന്ന, അംഗീകരിക്കാത്ത കുടുംബങ്ങൾ. അച്ഛന്മാരുടെ പലരുടെയും വീട്ടിലൊരു വലിയ കാര്യങ്ങളായി നമ്മൾ വർഷങ്ങളോളം കേൾക്കുന്നതാണ്. നമ്മളുടെ ഒരു സംശയത്തിന്റെ ലെവൽ എന്ന് പറഞ്ഞാൽ ഒത്തിരി ഉയരത്തിലാണ്. ഒരു സാധാരണക്കാരൻ ഓഫീസിൽ പോകുന്ന ഭർത്താവ് ആ ഓഫീസിലെ ചിട്ടവട്ടത്തിലുള്ളവരോട് മാത്രം ഇടപെടുന്നത്. ഇത് ഇരുന്ന പള്ളികളിലെല്ലാം ആരും കാണും? മനുഷ്യർ കാണും. സ്ത്രീകൾ പുരുഷന്മാരെന്ന് പറയാതെ മനുഷ്യരും കാണും. ദൈവത്തിന്റെ പുരോഹിതൻ അവരുടെ കാര്യങ്ങളിൽ ഇടപെടാൻ ദൈവം നിയോഗിച്ചവനാണ്. പക്ഷെ എപ്പോഴും സംശയത്തോടുകൂടി മാത്രം കാണുന്ന, സംശയത്തോടുകൂടി മാത്രം സംസാരിക്കുന്ന എത്രയോ കൊച്ചമ്മമാര് നമ്മുടെ ഇടയിൽ ഉണ്ട്. എത്രയോ പേരുടെ ഭവനത്തിൽ ഇതിന്റെ പേരിൽ വർഷങ്ങളായി തുടർ പരിപാടി, സീരിയലുകൾ പോലെ വഴക്കുകളും നല്ല ഭംഗിയായി നടക്കുന്നുണ്ട്. ദൈവത്താൽ നിയോഗിക്കപ്പെട്ട, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരായ അവർക്ക് മുൻപിൽ ദൈവത്തിന് ചോദ്യമില്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ നാം ആരാണ്? അതുകൊണ്ട് അതിന് പ്രേരക ശക്തിയാവുകയല്ല ചെയ്യുന്നത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ചാലക ശക്തിയാകുവാൻ കൊച്ചമ്മയ്ക്ക് സാധിക്കണം. പിന്നെ അംഗീകരിക്കുക. ഒരച്ഛനെ പച്ചയായ മനുഷ്യനായിട്ട് അറിയാവുന്നത് ഒരു കൊച്ചന്റെ ഭാര്യയ്ക്ക് മാത്രമാണ്. ഒരിക്കൽ ഒരു കൊച്ചമ്മ പറഞ്ഞിട്ടുണ്ട്, പണ്ട് ഈ കറുത്തൂപ്പായൊക്കെ ഇട്ട് അച്ഛന്മാര് നടന്നു പോകുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ മാറി നിൽക്കും. കാരണം ഞങ്ങൾ അവര് 2-3 പെൺകുട്ടികളുള്ള വീട്ടിലാ. അപ്പൊ കറുത്തൂപ്പായിട്ട് ഒരു അച്ഛൻ നടന്നു പോകുന്നതാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇപ്പൊ എന്ത് പറ്റി? ഇപ്പൊ ഞങ്ങളുടെ സ്റ്റോറിലെ കഥകെ കിടപ്പുണ്ടാവും. അത്രയ്ക്കും അംഗീകാരമില്ലാത്ത രീതിയിൽ താഴ്ത്തിക്കെട്ടി പലപ്പോഴും ലോകര് മുഴുവൻ അച്ഛനെ അംഗീകരിക്കുമ്പോൾ വീട്ടിൽ മാത്രം പലപ്പോഴും എന്ത് ലഭിക്കുന്നില്ല? ഈ അംഗീകാരം ലഭിക്കുന്നില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരാതെ. പിന്നെ ഒരിക്കൽ ഒരു കൊച്ചമ്മയോട് ഞാൻ ചോദിച്ചു, പ്രശ്നങ്ങളൊക്കെ 6 മാസത്തേക്ക് പ്രശ്നം തന്നെ ആയിരിക്കും കൊച്ചമ്മേ. ഞാൻ ചോദിച്ചു, എന്ത് ഈ 6 മാസത്തെ ഡ്യൂറേഷൻ ഈ പ്രശ്നത്തിന്? അത് ഉള്ളതാ, എൻ്റെ ഇതിനകത്ത് ജാതകത്തിൽ എഴുതിയിട്ടുണ്ട് 6 മാസം കൂടി ഇനി ശുക്രനായിരിക്കും. ഞാനങ്ങ് ഞെട്ടിപ്പോയി. നാട്ടിൽപ്പെട്ട ഒരാളാണ് പറഞ്ഞിരുന്നെങ്കിൽ കേൾക്കാനെങ്കിലും ഒരു ചന്തം ഉണ്ടായിരുന്നു. ഒരു കൊച്ചമ്മ പറയാ 6 മാസം കൂടെ പ്രശ്നമുണ്ടെന്ന് എവിടെ എഴുതിയിട്ടുണ്ട്? എൻ്റെ ജാതകത്തിൽ എഴുതിയിട്ടുണ്ട്. എന്താ മറ്റുള്ളവരും നമ്മളുമായിട്ടുള്ള ഒരു വ്യത്യാസം? വ്യത്യസ്തരാകാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ, വ്യത്യസ്തതയുടെ അനുഭവം നമ്മൾക്കുണ്ടാകുന്നില്ല എങ്കിൽ, ഒരു പെന്തിക്കോസ്തി നമ്മുടെ ഭവനങ്ങളിൽ തന്നെ ഉണ്ടാകുന്നില്ലെങ്കിൽ, ഭാഷകൾ തമ്മിൽ ചേരുന്നില്ലെങ്കിൽ, കുടുംബ ബന്ധങ്ങളിൽ പവിത്രതകൾ ഉണ്ടാകുന്നില്ലെങ്കിൽ എന്തു സംഭവിക്കും? എൻ്റെ വാക്കുകളെ ചുരുക്കട്ടെ. ഒരിക്കൽ 2 മദ്യപന്മാർ മദ്യപിച്ച് ഷാപ്പിൽ നിന്ന് തങ്ങളുടെ നാട്ടിലേക്ക് പോവുകയാണ്. അവർക്കൊരു കടത്തുവഴി വേണം അപ്പുറത്തേക്ക് പോകാൻ. അവർ 2 പേരും കടന്നു വന്നു, അവരുടെ വള്ളത്തിലേക്ക് കയറിയിരുന്നു. പാട്ടുപാടി തുഴഞ്ഞു പോവുകയാണ്. പാട്ടുപാടി പാടി പാടി സൂര്യനങ്ങ് ചക്രവാളത്തിൽ ഉദിച്ചു വരുന്നു. അപ്പോൾ ഒരുത്തൻ മറ്റുള്ളവനോട് ചോദിച്ചു, ഇത്രയും വട്ടം തുഴഞ്ഞിട്ടും നമ്മളെന്താ വീട്ടിലെത്താത്തടാ? കണ്ണു തുറന്ന് ബോധത്തോടെ പ്രഭാതമായപ്പോഴാണ് അവർ തിരിച്ചറിഞ്ഞത്, വള്ളത്തിന്റെ കെട്ട് തെങ്ങിൽ നിന്ന് അഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പകുതി മയക്കത്തിൽ, പകുതി ലഹരിയിൽ അവരെന്തു ചെയ്തില്ല? വള്ളത്തിന്റെ കെട്ട് അഴിച്ചിട്ടില്ല. വള്ളത്തിന്റെ കെട്ട് തെങ്ങയിലിട്ടാണ് രാത്രി മുഴുവൻ തുഴയുന്നത്. നമ്മളും പലപ്പോഴും ഇന്ന് തുഴയുന്നത് അങ്ങനെയാണോ എന്ന് ചിന്തിക്കണം. പലപ്പോഴും ജീവിതത്തിന്റെ മോഹങ്ങള്, ജീവിതത്തിന്റെ ഇഷ്ടങ്ങള് ഇതിൽ നിന്നൊന്നും മാറുന്നില്ല. ഒരു കൊച്ചമ്മ എന്ന പദവി, ഒരു പവർ നമ്മൾക്ക് ആഗ്രഹമാണ്. എന്നാൽ മിഷൻ നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ആ മിഷൻ, അപ്പോസ്തലിക ദൗത്യം, നമ്മോട് ചേർന്നിരിക്കുന്ന പുരോഹിതനെ ആത്മവിശ്വാസം കൊടുത്ത് അവരുടെ പ്രാർത്ഥനയിലേക്ക്, അവരുടെ പ്രാർത്ഥനയുടെ സമയങ്ങൾ കുറവ് വരുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളും ഉപവാസങ്ങളും അവർക്ക് കോട്ടയാകുമ്പോൾ മാത്രമാണ് അനുഗ്രഹിക്കപ്പെട്ട പൗരോഹിത്യ കർമ്മം, പൗരോഹിത്യ വേല ചെയ്യുവാൻ നമ്മളോടൊപ്പമായിരിക്കുന്ന പുരോഹിതന്മാർക്ക് സാധിക്കുന്നത്. അപ്പോൾ മാത്രമാണ് അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് പറന്നുയർന്ന് ഇരട്ടി ശക്തിയോടുകൂടി ദൈവജനത്തിനു വേണ്ടി ദൈവസന്നിധിയിൽ ഇടനിലക്കാരായി നിൽക്കുന്നത്. അപ്പോൾ മാത്രമാണ് മാതൃകയുള്ള പുരോഹിതന്മാരെയും പൗരോഹിത്യമുള്ള കുടുംബങ്ങളെയും സഭയ്ക്കും സമൂഹത്തിനും ലഭിക്കുന്നത്. പരിശുദ്ധനായ വട്ടശ്ശേരിൽ തിരുമേനി പറയുന്നുണ്ട്, മൂല്യച്യുതിയുടെ മലവെള്ളപ്പാച്ചിലിൽ ഒരു തടശില പോലെ നിൽക്കുവാൻ മൂല്യബോധമുള്ള കുടുംബ ബന്ധങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ടാകണം. മൂല്യച്യുതി എങ്ങും നടക്കുമ്പോൾ, പുരോഗമനവും പുരോഗതിയും പുത്തൻ സാമ്പത്തിക നയങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരു തടശില പോലെ നിന്ന്
ഒരു പുരോഹിതനു വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ച് സമൂഹത്തിൽ മാതൃകയുള്ളവരായി തീർന്ന് കർത്താവിന്റെ ശുശ്രൂഷക്കാർ, എളിമയോടുള്ള ശുശ്രൂഷക്കാരായി ദൈവ മർമ്മങ്ങളുടെ ഗൃഹവിചാരകരായി തീർന്നില്ല എങ്കിൽ കുഞ്ഞുണ്ണി മാഷ് ഓർമ്മിപ്പിക്കുന്നത് പോലെ മാങ്ങ പൂളുവാൻ കത്തിയും മാങ്ങ തോണ്ടുവാൻ തോട്ടിയും ഉണ്ടായിട്ടും മാവിലെന്തേ കൊള്ളാവുന്ന മാങ്ങയില്ല എന്ന് മലങ്കര സഭയുടെ മക്കളെ കുറിച്ച് പൊതുജനം തെരുവുകളിൽ വിമർശിക്കാതിരിപ്പാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന ജീവിതത്തിന്റെ കാര്യവിചാരകത്വം തൂക്കി നോക്കുമ്പോൾ ദൈവസന്നിധിയിൽ നല്ലവനും വിശ്വസ്തനുമായ ദാസ, നീ അല്പകാര്യങ്ങളിൽ വിശ്വസ്തനായിരിക്കുന്നതിനാൽ ഞാൻ നിന്നെ അധികത്തിൽ വിശ്വസ്തനാക്കുമെന്ന് പറഞ്ഞ വാഗ്ദത്തത്തിൽ വിശ്വസ്തനായ ദൈവത്തെ കയ്യിലെടുക്കുന്ന ആ പുരോഹിതന്മാരോട് ചേർന്ന് ദൈവത്തെ സ്തുതിച്ച് അനേക തലമുറയ്ക്ക് മാതൃകയായി തീരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.